വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആൾക്കാരെ പുകഴ്ത്തിയിട്ടുണ്ട്, മദഹ് ചെയ്തിട്ടുണ്ട്. പലരെയും ആക്ഷേപിച്ചിട്ടുമുണ്ട്. വ്യക്തികളെ, ഒരു കൂട്ടം ജനവിഭാഗത്തെ ഒക്കെയും അള്ളാഹു പുകഴ്ത്തിയിട്ടും ഇകഴ്ത്തിയിട്ടുമുണ്ട്. മുനാഫിഖീങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്, മോമിനീങ്ങളെ മദഹ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരാളെ ആക്ഷേപിക്കാനും ലാനത്ത് ചെയ്യാനുമായിട്ട് ലോകരാജാവായ അള്ളാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കിയത് അബൂലഹബിനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹം ചെയ്തു കൂട്ടിയ ചെയ്തികളെ നമുക്കുകൂടി ബോധ്യപ്പെടുത്താനും അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത അബൂലഹബ് മാത്രമല്ല ആക്ഷേപിക്കപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം, അദ്ദേഹം അധ്വാനിച്ചത് മുഴുവൻ എല്ലാം, അതും അള്ളാഹു ആണ് അയാൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്, ശപിക്കുന്നത്. ഒരു സൂറത്ത് തന്നെ ഇറക്കിയല്ലോ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ആ അബൂലഹബിന് ഇത്രമേൽ അള്ളാഹുവിൻ്റെ ആക്ഷേപവും ലഅനത്തും ലഭിച്ചിട്ടും നരകത്തിൽ ശാശ്വതമായിട്ടും കാലാകാലം നരകത്തിൽ കിടക്കേണ്ട ആളായിട്ടും അദ്ദേഹത്തിന് എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ ശിക്ഷയിൽ ചെറിയൊരു കൺസെഷനും അദ്ദേഹത്തിൻ്റെ വിരലിൽ നിന്ന് അല്പം ശുദ്ധവെള്ളവും ലഭിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ആ ഉപ്പ അവർക്കൊരു കുട്ടി ഉണ്ടായപ്പോൾ, അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നപ്പോൾ, നിങ്ങളുടെ സഹോദരന് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത അബൂലഹബിന്റെ ഭാര്യ, അബൂലഹബിന്റെ അടിമ സുവൈബത്തുൽ അസ്ലമിയ അറിയിച്ചപ്പോൾ, ഓ, എൻ്റെ സഹോദരനൊരു കുട്ടി ജനിച്ച സന്തോഷം നീയാണല്ലോ അറിയിച്ചത് എന്ന കാരണത്താൽ ഈ സുവൈബത്തുൽ അസ്ലമിയെ അദ്ദേഹം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആ കാരണം കൊണ്ടാണ് കാലാകാലം നരകത്തിൽ കിടക്കേണ്ട, അല്ലാഹുവിൻ്റെ ആക്ഷേപം ഇത്രമേൽ ഉണ്ടായ അബൂലഹബിന് നരകത്തിൽ ഒരു ദിവസം കൺസെഷൻ ഓഫർ ലഭിക്കുന്നത്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നാസിറുദ്ദീൻ ദിമിഷ്കി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. നരകത്തിൽ ശാശ്വതമായി കിടക്കേണ്ട, അള്ളാഹുവിൻ്റെ ആക്ഷേപം ലഭിച്ച കാഫിറായ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദാഇമാം യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പോലും ഈ ശിക്ഷയിൽ ലഘൂകരണവും ഓഫറും സമ്മാനവും ആ കാഫിറായ മനുഷ്യന്, റസൂലുള്ളാഹി തങ്ങളെ ഇത്രമേൽ ബുദ്ധിമുട്ടിച്ച മനുഷ്യന്, നബി തങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ഓഫർ കിട്ടുന്നുണ്ടെങ്കിൽ, ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ തൂല ഉംരിഹി ബിഅഹ്മദ മസ്റൂറൻ വമാതാ മുവഹിദാ. ജീവിതകാലം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിലും അവിടുത്തെ റഹ്മത്തിലും സന്തോഷിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഓഫർ എത്രയായിരിക്കും?
അള്ളാഹു അതിൽ തന്നെയായി നമ്മളെ മരിപ്പിക്കുമാറാവട്ടെ. എന്തൊരു വർത്തമാനാണ് മഹാനവറുകൾ പറഞ്ഞത്. അൽഹാവിലിൽ ഫതാവയിൽ അടക്കം ഈ ബൈത്ത് ഉദ്ധരിച്ചത് കാണാം. കൂട്ടുകാരെ, കാലാകാലം നരകത്തിൽ കിടക്കേണ്ട, അള്ളാഹു ഡയറക്റ്റ് ആക്ഷേപിക്കാൻ സൂറത്ത് തന്നെ ഇറക്കിയ, അള്ളാഹുവിന്റെ ലഅനത്ത് മുഴുവൻ ഏറ്റുവാങ്ങിയ അബൂലഹബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ നരകത്തിലാണെങ്കിൽ തന്നെയും നരകത്തിൽ നിന്നൊരു ചെറിയ ഓഫറും ശിക്ഷയിൽ ലഘൂകരണവും ലഭിക്കുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരണപ്പെട്ട് നബി തങ്ങളുടെ ജന്മമാസം വരുമ്പോൾ വിശേഷിച്ച് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് എത്രമാത്രം ഓഫറായിരിക്കും അള്ളാഹു വെച്ചിട്ടുണ്ടാവുക. നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ ആസ്വദിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം വരുമ്പോൾ സന്തോഷിക്കുന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി, എന്നെ കൊണ്ട് സന്തോഷിച്ചാൽ അവൻ വരുമ്പോൾ ഞാനും സന്തോഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ട മഹാന്മാരോട് പറയുന്നുണ്ട്. സുബുലുൽ ഹുദ വർ റഷാദ് യൂസുഫ് സ്വാലിഹി ശാമി തങ്ങൾ എഴുതി വെക്കുന്നത് കാണാം. ആ തങ്ങളിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത്? നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായി ഇനി നാളെ നമുക്ക് വരാനുള്ളത് റബീഉൽ അവ്വൽ 12ന്റെ രാവാണ്. ആ സമയത്ത് നേരത്തെ ഉണരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് നമ്മൾ ഉണർന്നിരുന്ന് അവിടുത്തെ പേരിൽ മൗലിദ് ചൊല്ലി അവിടുത്തെ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹുവിനോട് അവിടുത്തെ തവസ്സുലാക്കി ദുആ ചെയ്താൽ ലാ യുഖയ്യിബ്, അള്ളാഹു ഒരിക്കലും നിരാശയാക്കില്ലെന്ന് സർവ്വ ഇമാമിങ്ങളും, വിശേഷിച്ച് ഇമാം സഖാവി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഖൗലുൽ ലാമിഇൽ അടക്കം കാണാം. ലോകത്തെ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ഇമാമിങ്ങൾ പഠിപ്പിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി അവിടുത്തെ ഇടയാളനാക്കി ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കും. അതിന് ഉസ്താദ് ഉദ്ഘാടനത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ ഒരു കാര്യത്തെ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്, അവിടുത്തെ വീട്ടിലെ വിശേഷങ്ങൾ, ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് എങ്ങനെയായിരുന്നു, വീട്ടിലെ വിശേഷങ്ങൾ എന്താണ്, ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, 5 പോയിന്റുകളിലായി വിശദീകരിച്ച് ഞാൻ എൻ്റെ ചെറിയ സമയത്തുള്ള സംസാരം അവസാനിപ്പിക്കാം. അള്ളാഹു ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഖൽബ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഖൽബ് വേഗം നന്നാകും, ഖൽബ് വേഗം ശുദ്ധിയാകും. ദിക്റുള്ളയാണ് അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ദിക്റുള്ളയെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഖൽബ് വേഗത്തിൽ നന്നാകും. ഖൽബ് നന്നാവാനുള്ള, ഹൃദയം നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി മൗലിദ് ചൊല്ലൽ, സ്വലാത്ത് ചൊല്ലൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വായിക്കൽ, അവിടുത്തെ കുറിച്ച് പഠിക്കൽ. നമ്മുടെ ഖൽബ് വേഗം ശുദ്ധിയാവും. ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ വായിച്ചാൽ നമ്മുടെ ഖൽബ് വേഗത്തിൽ ശുദ്ധിയാവും. എന്തുകൊണ്ട് ശുദ്ധിയാവും? ആരോടും ദേഷ്യപ്പെടാത്ത, ആരെയും ചീത്ത വിളിക്കാത്ത, ആരെയും അടിക്കാത്ത, ആരോടും മുഖം ചുളിക്കാത്ത, എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ വായിക്കുമ്പോൾ നമ്മുടെയും സ്വഭാവം ശുദ്ധിയായി കിട്ടും. ഇന്ന് നമ്മൾ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയുമ്പോൾ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത്, അവിടുന്ന് വീട്ടുകാരെയും കുടുംബക്കാരെയും വിശേഷിച്ച് മക്കളെയും ഭാര്യമാരെയും എല്ലാം സുഹുദും ഖനാഅത്തും പഠിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ
ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനും ആർത്തിയില്ലാതെ അലച്ചയില്ലാതെ ജീവിക്കാനുമാണ് പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഫാമിലി മെമ്പേഴ്സിനെ പഠിപ്പിച്ചേക്കുന്നത്. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഇഷ്ഖനുഅൻ ബിലാ ഹിർസിൻ വലാ തമഇൻ, ഒരലച്ചയും ഇല്ലാതെ ജീവിക്കാനാണ് അവിടുന്ന് പഠിപ്പിച്ചേക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ തരുന്ന ചെലവിന്റെ പണം കുറച്ച് കൂട്ടിത്തരണമെന്ന് ഒരവസരത്തിൽ പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, കൂടുതൽ പണമൊക്കെ കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഭർത്താവിനെ തേടാം, എൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ ഞാൻ ഏതായാലും കുവൈത്തിലോ ഖത്തറിലോ പോകാനുണ്ട്, അന്നേരം കുറച്ച് അധികം തരാമെന്നല്ല. നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ മുഴുവൻ വഫാത്ത് വരെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നീട് ഇങ്ങനെ എന്തോ ഒരു ഓഫർ ചെയ്ത് മോഹിപ്പിക്കുന്ന പരിപാടിയൊന്നും തങ്ങൾക്കില്ല. അതെങ്ങനെയാ? രാഷ്ട്രീയക്കാർ പൊതുവെ പ്രകടന പത്രിക തയ്യാറാക്കും. ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാൻ ജയിച്ചാൽ, എന്നെ ജയിപ്പിച്ചാൽ പാലുണ്ടാക്കും, സ്കൂളുണ്ടാക്കും, ഹോസ്പിറ്റൽ ഉണ്ടാക്കും, അങ്ങനെ പലതും 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 പറയും. നിങ്ങൾക്ക് ഇന്ന സംഗതി തരും, ഇന്ന പണം തരും എന്നൊക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടുന്ന ആളോടെല്ലാം പറയല്, ദാ എൻ്റെ കൂടെ കൂടുമ്പോ കുറെ ദുനിയാവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫഖ്തർന, ഭാര്യമാരെ അതന്നെ സെലക്ട് ചെയ്തത്. അവർ പറഞ്ഞു, നമുക്ക് തങ്ങളെ മതി നബിയെ, നമുക്ക് ദുനിയാവൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ഉള്ള അങ്ങനെയായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പനോട് പറഞ്ഞല്ലോ, വാപ്പ എൻ്റെ കൈ നോക്കിയേ, അടുക്കള പണിയെടുത്ത് പൊട്ടിയിട്ട് നോക്ക്, ഒരു ഖാദിമിനെ, ഒരു അടിമയെ, ഒരു വീട്ടുജോലിക്കാരനെ എനിക്ക് വീട്ടിൽ അസൈൻ ചെയ്തു തരാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് കഴിവില്ലായിട്ടൊന്നുമല്ല. ഫാത്തിമ മോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കൊടുത്തത്, മോളെ ഉറങ്ങാൻ നേരം 33 സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ ചെല്ലാനാ പറഞ്ഞേക്കണത്. അതെന്തേ കാരണം? അതിന്റെ കാരണം എൻ്റെ ഫാത്തിമോള് സ്വർഗത്തിൽ നേരത്തെ എത്തേണ്ട ആളാണ്. ലഗേജും ഹാൻഡ് ബാഗും ഓവർലോഡായി കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് കിട്ടാൻ പ്രയാസമാവും. എൻ്റെ മോള് അങ്ങനെ ഡിലേ ആവരുത്. എൻ്റെ മോള് ചില്ലറക്കാരിയല്ല, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ ലീഡറാണ്. അപ്പൊ എൻ്റെ മോള് ദുനിയാവ് അനുഭവിക്കേണ്ട മോളല്ല. എൻ്റെ മോൾ വളരെ വേഗത്തിൽ സ്വർഗത്തിൽ എത്തേണ്ട ആളാണ്. അതാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഇഹിയയിൽ പറഞ്ഞത്, നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവണം എന്നുണ്ടെങ്കിൽ, നമ്മളെ മക്കൾ നന്നാവണം എന്നുണ്ടെങ്കിൽ, ഒരു പാരന്റ്, ഒരു ഉപ്പ, ഒരു ഉമ്മ ചെയ്യേണ്ട കാര്യം എന്താ? മക്കളുടെ മനസ്സിൽ നിന്ന് ദുനിയാവിനോടുള്ള ഇഷ്ടം ഡിലീറ്റ് ചെയ്യണം. അതാ വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദബനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചെന്ന ഏറ്റവും വലിയ പാഠം എന്താണ്? അള്ളാഹു ആണല്ലോ തങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. കഫാക റബ്ബുക, റബ്ബാണല്ലോ തങ്ങൾക്ക് എല്ലാം, എല്ലാം തങ്ങൾക്ക് അള്ളാഹു ആണ്. ആ അള്ളാഹു തങ്ങൾക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? അലം നശ്റഹ് ലക സദ്റക, തങ്ങൾക്ക് ദുനിയാവ് ഡിലീറ്റ് ആക്കി തന്നില്ലേ നബിയെ മനസ്സിൽ നിന്ന്? ദുനിയാവിനോട് ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് ഫാത്തിമ ബീവിക്കും മക്കൾക്കും ഭാര്യമാർക്കും എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അവിടുത്തെ ഇഷ്ടക്കാർക്ക് മുഴുവനും തങ്ങൾ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ കാര്യം ഹൃദയത്തിൽ നിന്ന് ദുനിയാവ് ഡിലീറ്റ് ആക്കി എന്നുള്ളതാണ്. ഞാന് എൻ്റെ മോക്ക്, എൻ്റെ മകന്, എൻ്റെ മക്കൾക്ക് ഒരു വിഷമവും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഉസ്താദെ. നമ്മളൊക്കെ ജീവിതത്തിൽ കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിന് ഡ്രസ്സ്, ഫണ്ടിന് ഫണ്ട്, വണ്ടിക്ക് വണ്ടി, ഫോണിന് ഫോണ്, ഫുഡിന് ഫുഡ്. ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്? അല്ല. ഗസാലി ഇമാം ഇഹിയയിൽ പറഞ്ഞു, വാപ്പമാര് ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തറഫ്, ദുനിയാവിന്റെ ഉന്നതി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത്. വിശേഷിച്ച് ഫിൽ മലാബിസി വൽ മത്വാഇം, ഫുഡിന്റെ വിഷയത്തിൽ മുന്തിയ ഫുഡ്, മുന്തിയ ഡ്രസ്സ് ഇത് കൊടുത്തിട്ട് കുട്ടികളെ പഠിപ്പിച്ചോ, ആ കുട്ടികൾ നന്നാവില്ല. ഹും അഹ്ലു ദുനിയ, അവര് ദുനിയാവിന്റെ ആളായി മാറും.
എങ്ങനെയാ ഫാത്തിമ ബീവിയെ നബി തങ്ങൾ തർബിയത്ത് നടത്തിയത്? ദുനിയാവ് വേണ്ടെന്ന് വെച്ചു കൊടുത്തു. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവ് ഇല്ലാത്തത് കൊണ്ട് ന്യായീകരിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ദുനിയാവ് തങ്ങൾക്കൊന്നും ഇല്ല, അതുകൊണ്ട് പട്ടിണിയിൽ ജീവിക്കുന്നു, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ വറാവദത്തുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ, വലിയ വലിയ പർവ്വതങ്ങൾ വന്നിട്ട് തങ്ങളോട് ചോദിക്കുന്നുണ്ട് സ്വർണ്ണാവട്ടെ എന്ന്. നമ്മൾ സ്വർണ്ണാവട്ടെ നബിയൻ, ഒരു കല്ലല്ല, വലിയ വലിയ പർവ്വതങ്ങൾ, 5 പർവ്വതങ്ങൾ വന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ജബൽ അബി കുബൈസ് അടക്കമുണ്ട്, വലിയ വലിയ പർവ്വതങ്ങൾ. അപ്പോഴൊക്കെ തങ്ങൾ ഗെറ്റ് ഔട്ട്, എനിക്കെന്ത് സ്വർണം, എനിക്കെന്ത് ദുനിയാവ്, ലൗലാഹുലം തുഖ്റജി ദുനിയാ മിനൽ അദമി, ദുനിയാവ് സൃഷ്ടിക്കാൻ തന്നെ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. പിന്നെ റസൂലുള്ളാഹിക്ക് എങ്ങനെ ദുനിയാവ് ആഗ്രഹം ഉണ്ടാവുക? ഇല്ലേ? അത് മക്കൾക്കും പകർന്നു കൊടുത്തു. മുത്തുനബിയുടെ വീട്ടിന്റെ ഉള്ളിലെ പിക്ചർ എടുക്കുമ്പോൾ ആദ്യം വരുന്ന ചിത്രം ഭാര്യക്കും മക്കൾക്കും ദുനിയാവ് ഡിലീറ്റ് ആക്കി കൊടുത്ത നേതാവിനെയാണ് നമുക്ക് ചിത്രത്തിൽ തെളിയുക. ഞാൻ പിന്നെ എൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടെല്ലാം കൊടുക്കും ഉസ്താദേ, നമ്മൾ കഷ്ടപ്പെട്ടൊന്നും അവർ കഷ്ടപ്പെടണ്ട എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് എന്ന ചിന്ത ലോക പൊട്ടത്തരാണെന്നാണ് പറഞ്ഞു വരുന്നത്. നബിയെ വായിക്കൂ, കുടുംബത്തെ ഏറ്റവും മനോഹരമായി നന്നാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തൂ. അതിനാണ് പറയണത് തഖല്ലഖു ബി അഖ്ലാഖിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കിടക്കുക. മുത്തുനബിയുടെ കിടത്തവും മുത്തുനബിയുടെ പായയുടെ അടയാളം ശരീരത്തിൽ മുഴുവനായി കാണുകയൊക്കെ ചെയ്ത് ഉമറുല്ലാഹിന് കരഞ്ഞുപോയി. ഒറ്റ കരച്ചില്. മുത്തുനബിയുടെ ആ ശരീരത്തിൽ തങ്ങൾ കിടന്നിരിക്കുന്ന പായന്റെ അടയാളങ്ങളാണല്ലോ കാണുന്നത് റബ്ബേ എന്ന്. ഒരു ഈന്തപ്പന ഓലയിലാ തങ്ങൾ കിടക്കണത്, അങ്ങനത്തെ ഒരു പായയിലാ കിടക്കണത്. ഉമർ റളിയല്ലാഹു കരയുന്നുണ്ടപ്പോ തങ്ങൾ ഉമറുല്ലാഹിനോട് ചോദിച്ചു, എന്താ മോനെ? തങ്ങളെ പെട്ടിയിലാണെങ്കിൽ കാര്യമായി തിന്നാനൊന്നുമില്ല, തങ്ങൾ കിടക്കുന്നതാണെങ്കിൽ ഒരു ഈന്തപ്പന ഓലയുടെ പായയിൽ. കിസറിന്റെയും കൈസറിന്റെ ഒക്കെ രാജാക്കന്മാര് പട്ടുമെറ്റയിൽ കിടക്കുമ്പോ ലോക നേതാവ് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ വിഷമാന്നുണ്ടല്ലോ നബിയെ എന്ന്. അന്നേരം തങ്ങൾ എന്താ ശിഷ്യന് പഠിപ്പിച്ചു കൊടുത്തത്? അടുത്ത ആഴ്ച വരാനുണ്ടെന്നോ എന്താ പറഞ്ഞു കൊടുത്തത്? ഹും അഹ്ലുദ്ദുനിയ, അവര് ദുനിയാവിന്റെ ടീമല്ലേ, വനഹ്നു അഹ്ലുൽ ആഖിറ, നമ്മൾ ആഖിറത്തിന്റെ ടീമല്ലേ. നമുക്ക് ആസ്വദിക്കേണ്ട കാലം ദുനിയാവാണോ ഉമറേ? ആണോ? കണ്ടോ, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണത് ഇതേ ആശയം തന്നെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ തിന്നാനില്ലാത്ത ഒരു കാലം വരുമ്പോ അവിടുത്തെ വയറുവേദന വരണ്ട, അല്ലെങ്കിൽ വന്ന വേദന ഒന്ന് അടങ്ങട്ടെ എന്ന് വിചാരിച്ച് ആയിഷ ബീവി തടവി കൊടുക്കുമ്പോൾ ആയിഷ ബീവി കരയും. തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന കിതാബിൽ കാണാം, ആയിഷ ബീവി കരയുമ്പോ എന്താ ആയിഷ കരയണത്? ഒന്ന് അള്ളാഹിനോട് ദുനിയാവ് ചോദിച്ചൂടെ നബി, എന്തിനാണ് ഈ കഷ്ടപ്പാട് എന്ന്. അതിന് തങ്ങൾ എന്താ മറുപടി? മാലി വലിയ ദുനിയ യാ ആയിഷ, എന്തിനാ നമുക്ക് ദുനിയാവ് ആയിഷ, അത് വേണ്ട. കണ്ടോ കണ്ടോ, അതാണ് മക്കൾക്കും ഭാര്യമാർക്കും പകർന്നു കൊടുത്ത ഏറ്റവും വലിയ ആശയം. ഒന്നാമത്തത്, മുത്തുനബിയുടെ വീട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ തെളിയുന്ന ആദ്യ ചിത്രം അതാണ്. ഇനി നമ്മൾ നമ്മളോട് ചോദിക്കുക, നമ്മുടെ കല്യാണ മാമാങ്കങ്ങൾ എങ്ങനെ? എന്തിൻ്റെ എല്ലാം പേരിൽ പുതിയ ഡ്രസ്സ് എടുക്കാൻ പറ്റും, അതിൻ്റെ എല്ലാം പേരിൽ ഡ്രസ്സ് എടുക്കുന്ന പുതിയ കാലത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നബിയുമായി നമുക്ക് എന്ത് ബന്ധമുള്ളത്? കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് പറയുക, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ശരീരത്തിലെ അവയവങ്ങൾ പോലെയാണ് എന്ന് പറഞ്ഞാൽ, വിരലിന് ചെറിയ മുറിവ് പറ്റിയാൽ ശരീരം മുഴുവനും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പനി ബാധിച്ചിരിക്കുന്നു. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കെട്ടിടത്തിലെ കല്ലുകൾ പോലെയാണ്. കാര്യമായിട്ട് മദീന എന്ന് പറയാ. എന്നിട്ട് ഗസയിലെ, വെസ്റ്റ് ബാങ്കിലെ, റഫയിലെ മോമിനീങ്ങളോട് നമുക്ക് എന്ത് ബന്ധമുള്ളത്? എന്ത് ബന്ധമുള്ളത്? കിലോഗ്രാം ചോക്ലേറ്റുകളല്ലേ എൻഗേജ്മെന്റിന്റെ പേരിൽ. ഈ നബിയുമായി എന്ത് ബന്ധം ഉണ്ട് എന്നാണ് നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ നമുക്ക് ബന്ധം?
ഒരു നേരത്തെ അന്നവും ഒരു നേരത്തെ ആഹാരവും ഒരു നേരത്തെ വെള്ളവും ഇല്ലാത്ത പാവപ്പെട്ട മൂമിനീങ്ങൾ, ആ മൂമിനീങ്ങൾ ജീവിക്കുന്ന ഈ ഭൂലോകത്തെ മൂമിനീങ്ങൾ, അവരുമായി നമുക്ക് എന്തു ബന്ധം ഉണ്ട്? ഒന്നുമില്ല. ഈ ചോക്ലേറ്റ് ഒന്നും ഭയങ്കര തിന്നാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ എന്തിൻ്റെയെങ്കിലും പേരിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. പിന്നെ അതിൻ്റെ ഒരു വീട് റീലാക്കണം, ആ റീല് ഇൻസ്റ്റയിൽ ഓടണം, എന്നിട്ട് 4 പൂവ് കിട്ടണം, 3 ലൈക്ക് കിട്ടണം. കൂട്ടുകാരെ, നമ്മുടെ മഹബത്തിനെ ഒന്നുകൂടി നമ്മൾ തന്നെ അളന്നു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചോദ്യമുണ്ട് ഭാര്യനോട്. എന്താ ചോദ്യം എന്നറിയോ? ഇന്നലെ ആരാ എൻ്റെ വിരിപ്പ് വിരിച്ചേക്കണത്? ഞാനാണ് നബിയെ. ഭാര്യ പറഞ്ഞു. എന്താ നബിയെ? ഇന്നലെ എത്ര മടക്ക് മടക്കിയിട്ടുണ്ട് വിരിപ്പ്? സാധാരണ മടക്കുന്നതിനേക്കാൾ ഡബിള് മടക്കിയിട്ടുണ്ടോ? ആ, കുറച്ചൊന്ന് സുഖമായിക്കോട്ടെ. വേണ്ട കേട്ടോ, അങ്ങനെ വേണ്ട. അധികം സുഖം ഉറക്കത്തിൽ കിട്ടിയാൽ പിന്നെ ഇബാദത്ത് കുറഞ്ഞു പോകും. അത് വേണ്ട. എത്രത്തോളം ദുനിയാവിനെ ഹൃദയത്തിൽ നിന്ന് ഡിലീറ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുമോ ആ മേഖല മുഴുവനും തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് നല്ല ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയണത് തന്നെ എന്താ? സിദ്ദീഖ് റളിയല്ലാഹുവിനോടും ഉമർ റളിയല്ലാഹുവിനോടും എന്താ പറയണത്? ഒരു രാത്രി തിന്നാനില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്വഹാബത്തിന്റെ ചിത്രത്തിൽ അവസാനം ഒരു അൻസ്വാരി സൽക്കരിച്ച് നല്ല ഫുഡ് കൊടുത്തപ്പോൾ മുത്തുനബി പറയണത് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇതൊക്കെ അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. അതാണ് ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിന് കുറേ അടയാളങ്ങളുണ്ട്. മുത്തുനബിയോട് ഇഷ്ടമുണ്ടെങ്കിൽ ധാരാളം അടയാളങ്ങൾ ഉണ്ടാവും. ഖുർആൻ പാരായണം ചെയ്യൽ, സുന്നത്തെടുത്ത് ജീവിക്കൽ, മദീനയിൽ പോകാൻ ആഗ്രഹമുണ്ടാവൽ, മുത്തുനബിയെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടാവൽ, ഇതൊക്കെ അവിടത്തോടുള്ള മഹബത്തിന്റെ അടയാളമാണ്. എന്നാൽ അഅ്ലമുഹാ വ അജല്ലുഹാ, ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയാ, അതിലേറ്റവും വലിയ അടയാളം ദുനിയാവിനോട് ഇഷ്ടം കുറയുക എന്നുള്ളതാണ്. അതാ സിദ്ദീഖ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്തത്. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ നഫഅനി മാലു ഖത്തുമാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ചിരിക്കല്ലേ ഇത് കരയേ ചെയ്തത്. എന്തിനാ കരയണത് അബൂബക്കറെ? എന്തിനാ? അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ പറഞ്ഞത്. അത് വേണ്ട നബിയെ, അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നല്ലേ. അബൂബക്കർ ആ പേര് പറയണ്ട. കണ്ടോ കണ്ടോ കണ്ടകള്? അതാ അവ തങ്ങളുടെ വീട്ടുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ഒന്നാമത് പഠിക്കേണ്ടത് അവിടുന്ന് സ്വഹാബത്തിന്, ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക്, മക്കൾക്ക് പകർന്നു കൊടുത്തത് ദുനിയാവിനോടുള്ള താല്പര്യം ഇല്ലാത്തൊരു ലൈഫാണ്. ഇതാണ് പാരന്റ്സ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ടാമത് പഠിക്കാനുള്ളത്, നബി തങ്ങളുടെ വീട് ഒരു സോഷ്യൽ സെന്റർ ആയിരുന്നു. എല്ലാവർക്കും എന്ത് വിഷമങ്ങളും എന്ത് ആവശ്യങ്ങളും എന്ത് പരാതിയും പറയാൻ പറ്റുന്ന ഒരിടമായിരുന്നു അവിടുത്തെ വീട്. കുട്ടികളെ മന്ത്രിക്കാൻ കൊണ്ടുവരും, മധുരം നൽകാൻ കൊണ്ടുവരും, ദുആ ചെയ്യിപ്പിക്കാൻ വരും, തീർന്നില്ല, മസ്അല ചോദിക്കാൻ വരും, മഴയില്ല നബിയെ മഴയില്ല, അതിന് വരും. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ആ വീട്ടിൽ വന്നിട്ട് പറയാൻ പറ്റും. പൊതുവിൽ ഒരാൾ വലിയ ആളായാൽ അയാളെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോയിന്റ്മെന്റ് കിട്ടൂല, പ്രൈവറ്റ് സെക്രട്ടറിയെ കാണണം, പാർട്ടി സെക്രട്ടറിയെ കാണണം, അങ്ങനെ പലതും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലേ ഇല്ല. ആ വീട് ആർക്കും വന്ന് വിഷമങ്ങൾ പറയാം. അഹ്ലു സുഫത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് വിഷമം പറയാൻ പറ്റിയ വീടാണ്. ആർക്കും വരാം, ആ വീട്ടിൽ ആർക്കും വരാം. വന്നാലോ ഗംഭീര സ്വീകരണമായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ സ്വീകരണവും സന്തോഷവും കിട്ടുന്ന വീട് മുത്തുനബിയുടെ വീടായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. മാർബിളും ഗ്രാനൈറ്റും
ജർമ്മൻ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ വീട്ടിൽ ഒരു തവണ പോയാൽ അതെന്ന് ഓർമ്മിക്കും വിധത്തിൽ സ്നേഹം അവിടുന്ന് കിട്ടിയിട്ടുണ്ടാകും. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരെങ്കിലും മുസാഫഹത്ത് ചെയ്താൽ മുത്തുനബി ആദ്യം കൈ വലിക്കൂല. മുസാഫഹത്ത് ചെയ്ത ആൾക്ക് എപ്പോഴാണോ മുസാഫഹത്ത് മതിയാവണത് അതുവരെ തങ്ങൾ കൈ നീട്ടിക്കൊടുക്കും. പിന്നെ എങ്ങനെ ഈ സ്വഹാബി തങ്ങൾ മറക്കുക? ആരെങ്കിലും വന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ എക്സ്ട്രാ കൊടുക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇനി വറഹ്മത്തുള്ളാഹ് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വബറകാത്തു കൂടെ നൽകും. വന്ന ആളെ തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാം വെൽക്കം വർത്തമാനങ്ങൾ ഉണ്ടാവും, നല്ല വർത്തമാനം. ഒരിക്കലും അമ്മാർ റളിയല്ലാഹു അൻഹു ആണ് പുറത്ത് വന്നത് എന്ന് തങ്ങൾക്ക് മനസ്സിലായപ്പോൾ തങ്ങൾ പറഞ്ഞു, മർഹബൻ ബിത്വയ്യിബ് അൽ മുതയ്യിബ്, ശുദ്ധിയുള്ള ബാക്കിയുള്ള ആളെ ശുദ്ധിയാക്കുന്ന പരിശുദ്ധിയുടെ പര്യായമായ ഏറ്റവും മനോഹരമായ ജീവിതത്തിന്റെ ഉടമയായ അമ്മാർ, വാം വെൽക്കം ടു ഹിയർ, ഇവിടെ വരി. എങ്ങനെ ഈ അമ്മാർ അല്ലാഹ് ജീവിതത്തിൽ മറക്കുക? എങ്ങനെ മറക്കാനാ? ആര് വന്നാലും അവിടുത്തെ മുഖത്ത് നോക്കി സംസാരിക്കും, തിരക്കഭിനയിക്കൂല. അവർക്ക് എപ്പോഴാണോ ആവശ്യങ്ങൾ തീരുന്നത് അതുവരെ തങ്ങൾ നിന്നൊടുക്കും. ഇനി ആരെങ്കിലൊക്കെ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ചെയ്യുന്ന പരിപാടി അവർക്ക് വേണ്ടി എഴുന്നേറ്റ് വെക്കും. അത് കുടുംബക്കാർ വന്നാലും അല്ലാത്തവർ വന്നാലും. സഅദ് റളിയല്ലാഹു അൻഹു വന്നു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ് വന്നു. ലോകനാഥ നേതാവ് എണീറ്റ് നിൽക്കുന്ന ശിഷ്യന്മാര് വന്നാൽ മുത്തുനബിയുടെ വീട്ടിലെ പിക്ചറാ പറയണത്. ആ അവിടെ ഇരിക്ക്, അതൊന്നുമില്ല, അവിടത്തേക്ക് എണീറ്റ് നിൽക്കും. അത് കുടുംബക്കാരനെ ആവണമെന്നൊന്നുമില്ല, ആര് വന്നാലും തങ്ങൾ എണീറ്റ് നിൽക്കും. എണീറ്റ് നിൽക്കുന്നു മാത്രമല്ല, വേഗം അവരോട് ഇരിക്കാൻ പറയും. പൊതുവിൽ നമ്മളെ കണ്ടാൽ ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, നമ്മളോട് എന്തോ ഒരു സംഗതി ഉള്ളതുകൊണ്ട് അവർ നിൽക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് തന്നെ ഒരു സംഗതി കൂടും, കുറച്ച് നിൽക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സമ്മതിക്കൂല. ജരീർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു വന്ന ഉടനെ പറഞ്ഞു, ഇജ്ലിസ് യാ ജരീർ, ഇരുന്നിട്ട് സംസാരിക്കുമോന്, ഇരിക്ക്. ഇനി ആരെങ്കിലും തങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ നിർബന്ധിച്ചിരുത്തും. ഇരുത്തൽ എവിടെയാണെന്നറിയോ? തങ്ങളുടെ വസ്ത്രമോ പുതപ്പോ വിരിപ്പോ തങ്ങളിങ്ങനെ വിരിച്ചു കൊടുക്കും, എന്നിട്ട് അവിടെ ഇരിക്കാൻ പറയും. എങ്ങനെ നബിയെ തങ്ങളുടെ തട്ടത്തിന്റെ മേലെ വിരിപ്പിൻ? ഇരിക്കു പൊന്നുമോനെ, ഇരുന്നിട്ട് സംസാരിക്കും. ഇരിക്കും, ഇരുത്തും അവിടെ. ആ വീടിന്റെ സൗന്ദര്യമാണ് ഞാൻ പറയണത്. എന്തൊരു മനോഹരമായ ഇടപെടലാന്നറിയാം. പിന്നെ എങ്ങനെയാ വീട്ടിൽ ആൾക്കാർക്ക് ുണ്ടെങ്കിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അവിടെ പോയിട്ട് പരാതി പറയാം. ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞല്ലോ, നബിയെ എന്റെ ഭർത്താവിന് എനിക്ക് ഒരു നിലക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവര് നല്ല ദീനിച്ചിട്ടുള്ള ആളാണ്, നല്ല സ്വഭാവമാണ്, എല്ലാവർക്കും നല്ല ഒപ്പീനിയനാണ്, അതൊക്കെ ശരി, പക്ഷെ എനിക്ക് മൂപ്പറ പിടിക്കണില്ല. തങ്ങൾ ഇടപെട്ടല്ലോ, അവർക്ക് രണ്ടുപേർക്കും മറ്റൊരു മനോഹരമായ ജീവിതത്തിന് തങ്ങൾ വാതിൽ തുറന്നു കൊടുത്തല്ലോ. ഇങ്ങനെ പരാതി പറയാൻ ആ വീട് ഓക്കെയാണേ, ഇതാ പറഞ്ഞക്കല്ലേ, അടിച്ചോടിക്കും. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അവിടെ പോവോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു സോഷ്യൽ സെന്റർ ആയിരുന്നു തങ്ങളുടെ വീട് എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് തന്നെ അങ്ങനെയാണ്. ഖൈറുന്നാസി അൻഫഉഹും, ഒരാൾ ഏറ്റവും നല്ല ആളാവുന്നത് എല്ലാവർക്കും ഉപകാരം ചെയ്യുമ്പോഴാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്. വിഷമിക്കുന്നവർക്ക് പറയാൻ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് പറയാൻ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പറയാൻ, സാമ്പത്തിക പരാധീനതകൾ ഉള്ളവർക്ക് വിഷമം പറയാൻ, എല്ലാം ആ വീടിന്റെ ഡോർ ഓപ്പൺ പോളിസിയിൽ ആയിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫ് തന്നെ അങ്ങനെയായിരുന്നല്ലോ. ആർക്കും എന്ത് വിഷമം പറയാം. ഒരാൾ വന്നിട്ട് തങ്ങളോട് പറഞ്ഞതിന് എന്താണെന്ന് അറിയോ? നബിയെ, ഞാൻ എല്ലാ തെറ്റും ഒഴിവാക്കാം, എനിക്ക് വ്യഭിചാരം ഒഴിവാക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെയൊക്കെ എങ്ങനെ ഇത്രയും വലിയ ഒരു മുത്തഖീങ്ങളുടെ നേതാവിനോട് പറയാൻ തോന്നുന്നത്? എനിക്ക് എല്ലാ തെറ്റും ഒഴിവാക്കും, പക്ഷെ അത് നടക്കണില്ല. തങ്ങള് കുറച്ച് ഉപദേശങ്ങളൊക്കെ നൽകി
നെഞ്ചിന്റെ മേലെ തടവിക്കൊടുത്തു. പിന്നെ ആ സ്വഹാബി ജീവിതത്തിൽ ഒരു തവണ പോലും ഒരു പെണ്ണിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കണ്ടോ? ബി ബർക്കത്തി യദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൈയുടെ ബർക്കത്താ, ആ കൈയുടെ ബർക്കത്താണ്. ആ കൈക്ക് എത്രമാത്രം ബർക്കത്തുണ്ട്, സുബ്ഹാനല്ലാഹ്. ആ വിരലുകളുടെ ബർക്കത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അബൂജഹൽ വന്നിട്ട് വെല്ലുവിളിച്ചില്ലേ, ചന്ദ്രനെ 2 കഷ്ണമാക്കാവോ എന്ന്. അബൂജഹൽ വിചാരിച്ചേക്കണത് അതൊന്നും എന്തായാലും പോസിബിൾ ആവില്ല എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിളർത്തിയാൽ ഇസ്ലാമിലേക്ക് വരുമോ? ആ വരാം. വിശ്വാസിയാവോ? വിശ്വാസിയാവാം. ഓക്കെ, ഐ ആം റെഡി. റെഡിയാണെന്നോ? ചന്ദ്രന് 2 കഷ്ണാക്കാനാണോ? അതെ. എന്നിട്ട് എന്താ ചെയ്തത്? ശുക്കബി അംരിഹി, ശുക്കബി അംരിഹി. മങ്കൂസ് മൗലിദിലുണ്ടല്ലോ, വിരല് കാണിച്ചു 2 കഷ്ണാക്കി. ആപ്പിളല്ല, ചന്ദ്രൻ. ഒരു വടി 2 കഷ്ണാക്കി എന്നല്ല, ഉദിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ 2 കഷ്ണാക്കി. ആ വിരലിന്റെ ശക്തികൾ ആലോചിച്ച് നോക്കിയേ. അസ്തമിക്കാനിരിക്കുന്ന സൂര്യനോട് ഇങ്ങോട്ട് വാടാ, റുദ്ദത് ബിഗൈരി തറദ്ദുദി, സൂര്യനെ തിരിച്ചു വിളിച്ചു. സൂര്യനെ കണ്ടോ? എന്റെ സ്വഹാബത്തിന് കുളിക്കാനും കുടിക്കാനും ഒന്നുകൊടുക്കാനൊന്നും വെള്ളമില്ലാന്ന് കണ്ടപ്പോൾ അല്പം മാത്രം പേരിന് കുറച്ച് വെള്ളമുള്ള ഒരു തോൽപാത്രത്തിൽ തങ്ങൾ കൈവച്ചു. അതാ വിരലിന്റെ ഇടയിലൂടെ വെള്ളം വരുന്നു. പാറന്റെ ഇടയിലൂടെ ഒക്കെ വെള്ളം വരാറുണ്ട്. അത് വേണ്ട സമയത്ത് വടിയടിച്ച് കൊടുത്ത ആളാണ് മൂസ നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്ത്. എന്നാൽ മാംസത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ വെള്ളം വരിക എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ, അസാധ്യം. അത് തങ്ങൾ വരുത്തിച്ചു. ഏത് നബിയുടെ ഏത് മുഅ്ജിസത്തിന്റെയും മുകളിലായിരിക്കും തങ്ങളുടെ മുഅ്ജിസത്ത്. ഫഖൻ നബിയിന ഫി ഖൽഖിൻ വഫി ഖുലുഖി വലം യുദാനുഹു ഫി ഇൽമിൻ വലാ കറമി. കണ്ടോ ആ വിരലിന്റെ ശക്തി നോക്കി. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, എത്രായിരം ആൾക്കാരുണ്ടെങ്കിലും കുടിക്കാനും കുളിക്കാനും ഒന്നുകൊടുക്കാനൊക്കെ ആ വെള്ളം മതിയായിരുന്നു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് അഫ്ളലുൽ മിയ ഇമാഉൻ ഖദ നബ മിൻ ബൈന അസ്ഹാബിൻ നബിയിൽ മുത്തബ. ഹൗദുൽ കൗസറിനേക്കാൾ ടോപ്പ്, സംസമിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ് ആ വിരലിന്റെ ഇടയിലൂടെ വന്ന വെള്ളം. ആ വിരലിന്റെ ശക്തി. ദൂരെയുള്ള മരങ്ങളെ ഞാൻ വിളിച്ചാൽ നീ വിശ്വാസിയാവോ? വിളിക്കട്ടെ. കണ്ടോ, തങ്ങളിലേക്ക് നടന്നു വരികയാണ്. കാലില്ലാത്ത മരങ്ങൾ വരികയാണ്. തിരിച്ചു പോകാൻ പറയാം അല്ലെ, തിരിച്ചുപോയി. തിരിച്ചുപോയി. 90,000 മുഅ്ജിസത്ത് കാണിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ. 90,000 മുഅ്ജിസത്ത്. അതിൽ ഏറ്റവും ചെറിയത് പറഞ്ഞത് മാത്രം. മുഅ്ജിസത്ത് പഠിക്കും തോറും ഈമാൻ വർദ്ധിക്കുമെന്ന് അബുൽ ഖാസിം അർ-റസാഖ് തങ്ങളുടെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ കാണാം. എന്താണ് ആ വിരലിന്റെ ശക്തി? കം അബ്റാഅതു വസിബൻ ബില്ലംസി റാഹതുഹു. ഏത് രോഗിയുടെ നെഞ്ചിന്റെ മേലെ അല്ലെങ്കിൽ വേദനന്റെ മേലെ അവിടുത്തെ കൈ കൊണ്ട് തടവിയാൽ രോഗം മാറാത്ത എന്ത് രോഗമുള്ളത്? ഈ വിരലിന്റെ ശക്തിയാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ വിരൽ നമുക്കൊന്ന് പിടിക്കണ്ടേ? ഹൗദുൽ കൗസറിന്റെ അടുത്തുനിന്ന് മുസാഫഹത്ത് ചെയ്യണ്ടേ? അതിനെന്ത് വേണം? ഈ 2 വിരലുകൾ ഇൻസ്റ്റയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വത്തുകല്ലിമുന ഐദീഹിം, മുത്തുനബിയുടെ മുന്നിൽ നിന്ന്, അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന്. വത്തുകല്ലിമുന ഐദീഹിം, ഈ വിരലുകൾ നമ്മളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് എന്തായിരിക്കും കമന്റ് പറയുക? എന്തായിരിക്കും കമന്റ് ചെയ്യുക? എന്തായിരിക്കും? ആ പരിശുദ്ധമായ വിരലുകളെ നമുക്ക് സ്പർശിക്കാൻ, മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വിരലുകൾ കൊണ്ട് മൊബൈൽ സ്ക്രീനിൽ അരുതാത്തതെന്തെങ്കിലും സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ ആ പരിശുദ്ധമായ കൈ പിടിക്കാൻ പറ്റും? പുറത്തിറങ്ങുമ്പോൾ ഗ്ലൗസ് ഇട്ടത് കൊണ്ട് പരിഹാരമായോ? ഉമ്മമാരെ, റൂമിന്റെ അകത്തളത്തിൽ നമ്മുടെ വിരലുകൾ എന്തിനാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ സ്പർശിച്ചതിന് ശേഷം, ടച്ച് ചെയ്തതിനു ശേഷം, അവിടുത്തെ കൈ മുസാഫഹത്ത് ചെയ്തതിനു ശേഷം എൻ്റെ ഈ കൈ കൊണ്ട് ഒരു ഹറാമും ടച്ച് ചെയ്തില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഔറത്ത് തന്നെ ഞാൻ സ്പർശിച്ചിട്ടില്ലെന്ന് പറയുന്ന ഖലീഫ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ.
റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ തങ്ങൾക്ക് ധൈര്യത്തിൽ പിടിക്കാൻ പറ്റും ആ മുഅ്ജിസത്തിന്റെ വിരലുകളെ. കള്ളിന്റെ കുപ്പിയാണ് നമ്മുടെ കൈ കൊണ്ട് തൊട്ടതെങ്കിൽ, ഹറാമുകളുടെ സ്ക്രീനാണ് നമ്മുടെ കയ്യിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ, വതുകല്ലിമുനാ ഐദീഹിം, ഈ രണ്ട് വിരലുകൾ അടക്കമുള്ള കൈ നമ്മളെ വഷളാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത്, ഹബീബായ തങ്ങളുടെ അടുത്ത് സംസാരിക്കുമെന്ന് ഖുർആൻ പറയുന്നതല്ലേ. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അങ്ങനെ ഒന്ന് ഏടിലുള്ള പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ 18-ാം വയസ്സാകുമ്പോഴേക്ക് 2,38,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു എന്നൊക്കെ വെറുതെ മലക്കൾ എഴുതിയതാണ് എന്നെങ്ങാനും മലക്കൾ എഴുതിയതിനെ നിഷേധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, കളവറിയണ ഹറാമും ചെയ്തു കൂട്ടിയിട്ട് സീൽ വെക്കും വായക്ക്. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അല്ലാതെ വെറുതെ വായക്ക് സീലൊന്നും വെക്കൂല. കള പറയാൻ ശ്രമിക്കുമ്പോഴാണ് വായക്ക് സീല് വെക്കുക. അപ്പോൾ വതുകല്ലിമുനാ ഐദീഹിം, കൈകളെ കൊണ്ട് നമ്മൾ അടിച്ചടിച്ച്, പോലീസ് കള്ളനെ അടിച്ചടിച്ച് സംസാരിപ്പിക്കണ പോലെ അല്ല. വതുകല്ലിമുനാ ഐദീഹിം, കൈകൾ ഇങ്ങോട്ട് തനിയേ സംസാരിക്കും. കാരണം ഈ വിരലുകൾക്കൊന്നും തെറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. നമ്മൾ പിടിച്ചു നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ഈ വിരലുകൾ കൊണ്ട്. അന്ന് ആ വിരലുകളുടെ വാശി അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞു തീർക്കും. വതുകല്ലിമുനാ ഐദീഹിം, അതിന്റെ അർത്ഥം തന്നെ കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുന്നല്ല. കൈ നമ്മളൊന്നും ചോദിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് സംസാരിക്കും. റബ്ബി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ 19-ാം വയസ്സിൽ മരണപ്പെട്ട ആക്സിഡന്റിൽ മരിച്ച ചെറുപ്പക്കാരൻ്റെ വിരലാണ്. ഈ വയസ്സിൻ്റെ ഇടയിൽ 2,236 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാണാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടാണ് ഈ ചങ്ങ ഇത് ചെയ്യിപ്പിച്ചത്. വതുകല്ലിമുനാ ഐദീഹിം, ആ പരിശുദ്ധ കരത്തെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റണം, തൊടാൻ പറ്റണം. അതിനെന്ത് വേണം? കൂട്ടുകാരെ, നമുക്ക് നല്ല ജീവിതം ഉണ്ടാവണം. അതാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വമിനൽ മുഅ്മിനീൻ, ചില മുഅ്മിനീങ്ങളുണ്ട്, മയസ്തഗ്രിഖു ബിശ്ശഹവാത്തി, അവര് തെറ്റുകുറ്റങ്ങളിലായുള്ള ജീവിതമാണ്. ചില മുഅ്മിനീങ്ങളുണ്ട്, അവർ തെറ്റുകുറ്റങ്ങളിലായുള്ള ജീവിതമാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ, അവിടുത്തെ ഹദീസിന്റെ, അവിടുത്തെ മനാഖിബിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ ഒരു സ്പാർക്ക് ഉണ്ടാവും. എന്ത് സ്പാർക്ക്? മദീനയിൽ എത്തണ്ടയോ? ശരിയല്ലേ, മദീനയിൽ ഒന്ന് പോണല്ലേ, നന്നാവണല്ലേ, റസൂലുള്ളാഹിനെ കാണണ്ടേ മോനെ, ശരിക്ക് കാണണല്ലേ അവർക്ക്. ആ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന മോന് റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ അയാൾക്കതാ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു. മദീനയിലെത്തണം, തങ്ങളെ കാണണം, നന്നാവണമെന്ന ചിന്ത വരുന്നു. വഇദാ ഫാറക്കൽ മജ്ലിസ, ആ മജ്ലിസ് വിട്ടുപിരിഞ്ഞാൽ പിന്നെയും അയാൾ പഴയ തെറ്റുകുറ്റങ്ങളിൽ തന്നെ, ഇൻസ്റ്റയിൽ തന്നെ, സോഷ്യൽ മീഡിയയിൽ തന്നെ, പിന്നെ എല്ലാം പോയി. പിന്നെ അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോഴാണ് അയാൾക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുക. ഇയാളെ കുറിച്ച് ഖുർത്തുബി ഇമാം പറയാ, ഫല്യഹ്ദുർ, നീ എപ്പോഴും പേടിച്ചോ മോനെ, നിന്റെ ഹൃദയം എപ്പോഴാണ് വരണ്ടുണങ്ങുന്നത് എന്ന് നീ അടുത്ത കാലത്ത് പേടിച്ചോ. നിനക്ക് ഇപ്പൊ റസൂലുള്ളാഹിനെ കേൾക്കുമ്പോ ജസ്റ്റ് ഒരു സ്പാർക്കില്ലേ, ഒന്ന് നന്നാവണമെന്നൊക്കെ തോന്നലൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പൊ അടുത്ത് ഡിലീറ്റ് ആവും, വരണ്ടുണങ്ങിപ്പോവും, ഡ്രൈ ആവും നിന്റെ കൽവ്. എത്ര കാല അത് നന്നായി നമ്മൾ പേടിക്കണം. നമ്മുടെ ജീവിതം നന്നാക്കണം, തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് കടന്നു വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങളൊക്കെ നല്ല സ്വതക്ക ചെയ്യണം. അള്ളാഹു നമുക്ക് ഖൈറുകൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ ചിത്രത്തിലെ 3-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അസാധാരണക്കാരനാണെങ്കിലും ഒരു സാധാരണ ജീവിതം നയിക്കണം എന്ന് ഇഷ്ടപ്പെട്ട ആളാണ്. ഭാര്യയെ അടുക്കളപ്പണിയിൽ സഹായിക്കും, ചെരുപ്പ് തുന്നും, പാത്രം കഴുകും, ഒക്കെ ചെയ്യും. അതാ അവിടുത്തെ വീട്ടുവിശേഷങ്ങൾ. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പോയി എങ്ങനെയായിരുന്നു മുത്തുനബി വീട്ടിൽ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് അതാണ്, സാധാ ലൈഫ് തന്നെ, അതാ അങ്ങനെ പറയാനുള്ളത്. ഒരാൾക്ക് കിബർ ഉണ്ടോ ഇല്ലയോ എന്ന്
മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ നിരീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് പറയണത്, വീട്ടുജോലിയിൽ ഭാര്യയെ സഹായിക്കാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് കിബറാണെന്ന്. വീട്ടിലേക്ക് അവശ്യ വസ്തുക്കൾ അങ്ങാടിയിൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് കിബറാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവാഹിദിൻ മിൻഹും, അവരിൽ ഒരാളായി ജീവിക്കും. അത് തങ്ങളുടെ ഒരു പ്രത്യേകത. അവരിൽ ഒരാളായി ജീവിക്കും. അങ്ങനെ വേറൊരാളായി പ്രത്യേകം ഇരിപ്പിടം അങ്ങനെയൊന്നുമില്ല. തങ്ങൾ ഒരു മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ മജ്ലിസ് എവിടെയാണോ തീരുന്നത് അവിടെ തങ്ങൾ പോയിട്ടിരിക്കും, ബേക്കിൽ പോയിട്ടിരിക്കും. അങ്ങനെയാ തങ്ങള്. സാധാരണ പ്രീ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ കാണുമ്പോൾ എണീറ്റിക്കാൻ ഭയങ്കര ആദരവ് ഇഷ്ടമായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു 4ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ ആ ഇഷ്ടത്തോടു കൂടി തന്നെയായിരിക്കും അവർ എഴുന്നേറ്റിക്കുക. കുറച്ച് വലിയ ക്ലാസ് എത്തിയാൽ ടീച്ചർ വന്നില്ല, എണീച്ച് നിൽക്കണം, അങ്ങനെയായിരിക്കും അവർ എണീറ്റിക്കുക. ഒരു +2 ഡിഗ്രി ഒക്കെ എത്തുമ്പോൾ എന്താ ചെയ്യാ, ഓരോരണക്ക് അങ്ങനെ എണീറ്റിക്കുന്ന കുട്ടികളും ഉണ്ട് അല്ലേ? നിങ്ങൾ ആരെങ്കിലും തിരിച്ചു കേട്ടിന? എന്ത്, ഭാര്യയെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിനോ? ഭാര്യയെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുന്ന, തന്നെക്കാൾ ധാരാളം വയസ്സ് കുറവുള്ള ഭാര്യയാണല്ലോ ആയിഷ ബീവി. ആയിഷ ബീവിയെ കാണുമ്പോൾ എണീറ്റ് നിന്ന് മുസാഫഹത്ത് ചെയ്ത് കൈ ചുംബിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരാൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കണ്ടോ? ഒരു ജാട ഇല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും സ്വന്തത്തെ പരിചയപ്പെടുത്തൽ തന്നെ എന്താണ്? എന്താ പരിചയപ്പെടുത്തുക? ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. അങ്ങനെ പറയാം, ഞാനൊരു അടിമയാണ്. തങ്ങൾ എന്താ ഇങ്ങനെ തിന്നുന്നത്? ആക്കുലു കമാ യക്കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. തങ്ങൾ എന്താ ഇങ്ങനെ താഴെ ഇരിക്കുന്നത്? അജ്ലിസു കമാ യജ്ലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം. ഒരു മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, ഒരു മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ. എന്ത് ചോദിച്ചു? രാജാവാകുന്ന നബിയാകുന്നോ അല്ല അടിമയാകുന്ന നബിയാകുന്നോ? അതിന് തങ്ങൾ എന്താ പറഞ്ഞേ? രണ്ടാമത്തെ മതി. എന്താ പറഞ്ഞേ? രണ്ടാമത്തെ, ഒരു അടിമയാകുന്ന നബി ആയിക്കോളാം. അബ്ദുള്ള എന്നുള്ളതിന് അഭിമാനപൂർവ്വം കണ്ട ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റാ. അള്ളാഹുവിന്റെ തണലിലാണ് എൻ്റെ ജീവിതം എന്നാണ് അതിന്റെ താല്പര്യം. ഞാൻ അള്ളാഹുവിന്റെ തണലിലുള്ള ജീവിതമാണ് എന്നതാണ് അബ്ദുള്ള എന്ന് പറയുന്നതിന്റെ താല്പര്യം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാ. അടുക്കളപ്പണിയിൽ സഹായിക്കും. ആയിഷ ബീവി പറഞ്ഞല്ലോ, ഞാൻ പാല് കുടിച്ചാല് ആ ഗ്ലാസ് തങ്ങൾക്ക് കൊടുത്താൽ ആ ഗ്ലാസ് ഇങ്ങനെ കറക്കും. എന്നിട്ട് എന്റെ ചുണ്ട് വെച്ച സ്ഥലം ഏതാണെന്ന് തങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ തന്നെ ചുണ്ട് വെച്ചിട്ട് കുടിക്കും. എന്തിന്? ആയിഷ ബീവി എന്ന ഭാര്യനെ സന്തോഷിപ്പിക്കാൻ. ഞാൻ ഏതെങ്കിലും ഒരു മാംസം കടിച്ച് ബാക്കിയാക്കിയാൽ തങ്ങൾക്ക് കൊടുത്താൽ എന്റെ പല്ല് വെച്ച സ്ഥലത്ത് തന്നെ തങ്ങളും പല്ല് വെച്ചിട്ട് തിന്നും. ഇങ്ങനെ ആരാ ലോകത്തുണ്ടാവുക? ലോകത്തെ ഏറ്റവും വലിയ നേതാവിന്റെ വീട്ടുവിശേഷാ പറയണത്. ആയിഷ ബീവി തുടരുക, ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലേ പിന്നെ എന്നെ ചാരിയിട്ടിരിക്കും തങ്ങള്. ചിലപ്പോ തങ്ങളെ എന്നെ ചാരിയിട്ട് ഖുർആനൊക്കെ ഓതും. കണ്ടോ? അവിടുത്തെ വീട്ടുവിശേഷങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ഒരാൾക്ക് മക്കം ഫത്തഹിന്റെ അന്ന് ജസ്റ്റ് ഒരു പേടി പോലെ. നമ്മളെ ഒരാൾ കണ്ടാല് അയാൾക്ക് നമ്മളോട് ഭയങ്കര പേടിയൊക്കെ ഉണ്ട് എന്ന് കണ്ടാൽ പിന്നെ നമ്മളെ സൗണ്ടെല്ലാം കുറച്ച് കട്ടി കൂടും. എന്താ ഒന്ന് ഇവിടെ ഒന്ന് ഉണ്ടോ? സൗണ്ടെല്ലാം കുറച്ച് കട്ടി ഉണ്ടാവും.
നമ്മളെ ഒരാൾ പേടിക്കുന്നുണ്ട് എന്ന് കണ്ട എങ്ങനെ ഉണ്ടാവും? ഭയങ്കര സംഭവമാക്കൂലേ? നമുക്കില്ലാത്ത എന്തൊക്കെയോ പുറത്തേക്ക് വരൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ച് കണ്ടപ്പോ നബി തങ്ങൾ ഹവ്വിൻ അലൈക്, മോനെ സമാധാനിക്കും, എന്ത് പേടിക്കുന്നത്? ലസ്തു ബി മലിക്കിൻ, ഞാനൊരു വലിയ രാജാവൊന്നല്ല. ഞാൻ ആരാന്ന് വെച്ചാൽ ഇന്നമാ അനെ ഇബ്നു ഇംറഅത്തി ഖുറൈശിൻ തഅകുലുൽ ഖദീദ്, ഉണക്ക റൊട്ടി തിന്നുന്ന ആമിന എന്ന് പറയുന്ന ഖുറൈശി കുടുംബത്തിലെ ഒരു പെണ്ണിന്റെ മോനാണ്. വലിയ സംഭവമാക്കുന്ന എന്നെ കാണുമ്പോ കണ്ടോ? ഉണക്ക റൊട്ടി തിന്നുന്ന ഖുറൈശി കുടുംബത്തിലെ ആമിനാര മോനാന്ന് പറഞ്ഞ ഉമ്മാര മോനാണ്. ഞാനൊരു രാജാവൊന്നല്ല. ഇങ്ങനെ ആരെയാ ലോകത്ത് കാണാം നമുക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സാധാരണ ലൈഫിനെ ഇഷ്ടപ്പെട്ട ആളാണ് തങ്ങളുടെ ഒരു കുടുംബ വർത്തമാനങ്ങൾ. അതാണ് മൂന്നാമത്തെ. രണ്ട് ആശയങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് എന്ന് പറഞ്ഞ ഒരു സ്നേഹലോകാണ്. ഒരു സ്നേഹലോകാണ്. മാ ദറബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു, ഒരു ഭാര്യനെയും തങ്ങൾ തന്റെ ജീവിതകാലത്ത് അടിച്ചിട്ടില്ല. ഒരു കുട്ടിനെ അടിച്ചിട്ടില്ല, ഒരു ഭാര്യനെയും അടിച്ചിട്ടില്ല. എന്നെങ്കിലും നമ്മൾ ഭാര്യനെ അടിക്കുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി. ഇനി 40 കൊല്ലം മദീനയെ കുത്തിയിരുന്നാലും ആ സർട്ടിഫിക്കറ്റ് ഇനി കിട്ടൂല. അടിച്ചിട്ടില്ല. സ്നേഹം മാത്രമാണ് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓരോ യാത്രയിലും പോകുമ്പോ തങ്ങളിങ്ങനെ നെറുക്കിടും ഏത് ഭാര്യനെയാണ് കൂടെ കൂട്ടേണ്ടത് എന്ന്. തങ്ങൾക്ക് ഭാര്യമാരെ യാത്രയിൽ കൂട്ടൽ വലിയ ഇഷ്ടമാണ്, സന്തോഷമാണ് അത്. കാരണം അത് അവരെ സന്തോഷിപ്പിക്കുന്നു എന്ന് തങ്ങൾക്കറിയാം. ഒരിക്കൽ പേർഷ്യക്കാരനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസിയാ. തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, തങ്ങളൊന്ന് എൻ്റെ വീട്ടിൽ വരണം, കഴിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല ഫുഡ് പാചകം ചെയ്യുന്ന ആളാണ്. അന്നേരം തങ്ങൾ എന്താ ചോദിച്ചതെന്നറിയോ? ആയിഷാനെ കൂട്ടണോന്ന്. വേണ്ട വേണ്ട വേണ്ട, തങ്ങൾ പോയിട്ടില്ല. പിന്നെ അയാൾ വന്നിട്ട്, അല്ല നബി ഫുഡ് റെഡിയായി, തങ്ങളെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, വരി, ആയിഷാനെ കൂട്ടണോ? വേണ്ട വേണ്ട. ഇയാള് വേണ്ട വേണ്ട എന്ന് പറയണതിന്റെ കാരണം ഫുഡ് കുറച്ചേ ഉള്ളൂ, തങ്ങൾ എന്നെ നന്നായിട്ട് കഴിച്ചോട്ടെ, ഇനി കുറെ ആൾ വന്നാൽ തങ്ങൾക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ എന്നുള്ള സ്നേഹം കൊണ്ടാണ് വേണ്ടെന്ന് പറയണത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അതിനെ വിശദീകരിക്കുന്ന അങ്ങനെയാണ്. മൂന്നാമതും അവര് വന്നിട്ട് ചോദിച്ച്, അല്ലേ ഞാൻ നേരത്തെ വിളിക്കണ്ടല്ലോ, തങ്ങൾക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട്, തങ്ങൾ വരുന്നില്ലേ, ആയിഷാന അന്ന് കൂട്ടിക്കോ. ആയിഷ വാ പോവാലോ. ഉണ്ടാ രണ്ടാളൊന്നിച്ചു പോവാൻ. അതാണ് അവിടുത്തെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാല്. എന്തുമാത്രം സ്നേഹം എന്നറിയാം ഭാര്യ മക്കളോടൊക്കെ, എന്തൊരു ഇഷ്ടമാണ് അവിടുത്തെ. ലോകത്തെ ഏറ്റവും വലിയ നേതാവ്, എല്ലാവിധ സന്നാഹങ്ങളുമുള്ള കമാൻഡർ, ഏഴാനാകാശം വരെ പോയ ആള്, സ്വർഗം കണ്ട ആള്, നരകം കണ്ട ആള്, അർശ് കണ്ട ആള്, ലൗഹുൽ മഹ്ഫൂദ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ അടുക്കള പണിയെടുക്കും. മെഹറാജിന്റെ രാത്രി, ഇസ്രായിന്റെ രാത്രി മസ്ജിദുൽ അഖ്സയിൽ വെച്ച് 70 അമ്പിയാക്കൾക്ക് ഇമാമായിട്ട് നിന്നിട്ടുണ്ട്. ആരെല്ലാം ഉണ്ട് മാമൂമിങ്ങള്? ഇബ്രാഹിം നബി ഉണ്ട്, ഈസ നബി അലൈഹി സ്വലാം ഉണ്ട്, മൂസാ നബി അലൈഹി സ്വലാം ഉണ്ട്. എല്ലാ അമ്പിയാക്കളുടെയും മുന്നേ തങ്ങളുണ്ട്. ആ തങ്ങൾ വീട്ടിൽ വന്നിട്ട് പാത്രം കഴുകി കൊടുക്കും, ചെരുപ്പ് തുന്നും. ആ സഫിയ ബീവിക്ക് ഒട്ടകത്തിന്റെ മേലെ കയറാൻ കഴിയുന്നില്ല. എന്താ കാരണം? സഫിയ ബീവി കുറച്ച് നീളം കുറഞ്ഞ മഹതിയാണ്. അങ്ങനെ തങ്ങൾ എന്ത് ചെയ്തേ, കാല് നീട്ടി വെച്ചിട്ട് മടക്കിയിട്ട് പറഞ്ഞ്, സഫിയ എന്റെ കാല് ചവിട്ടിയിട്ട് കോണിപ്പടിയാക്കിയിട്ട് മോള് കയറിക്കോ കേട്ടോ. യാത്രയിൽ സഫിയ ബീവിയുടെ ഒട്ടകം കുറച്ച് സ്ലോ ആയി. അന്നേരം സഫിയ ബീവി കരയുണ്ട്, എന്റെ ഒട്ടകം മാത്രം വളരെ പിന്നിലാണ്, സ്ലോ ആണ്. ഉടനെ തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ?
അടുത്ത് പോയിട്ട് സഫിയ ബീവിന്റെ കണ്ണീര് തുടച്ചു കൊടുത്തു. എന്താ മോളെ കരയല? പിന്നെയും കണ്ണിൽ നിന്ന് കണ്ണീര് വരുമ്പോ അവിടുത്തെ തട്ടം എടുത്തിട്ട് വസ്ത്രം എടുത്തിട്ട് തുടച്ചു കൊടുത്തു. കണ്ടോ എന്തൊരു സ്നേഹം! അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തങ്ങളുടെ ഭാര്യമാരോട് തങ്ങളുടെ വഫാത്തിന് ശേഷം ചോദിച്ചാൽ അവർക്ക് കരയാണ്ട് തങ്ങളെ ഓർമ്മിക്കാൻ തന്നെ പറ്റുന്നില്ല. അത്രയും കരഞ്ഞു പോവര്. അത്രമേൽ സ്നേഹം തീർത്ത ഒരു വീടായിരുന്നു ബൈത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആയിഷുമ്മ ചെറിയ മോളല്ലേ, അൻസ്വാറുകളുടെ കൂട്ടത്തിലെ പെൺകുട്ടികളെ വിളിച്ചിട്ട് തങ്ങൾ പറയും, ആയിഷ ബീവി വീട്ടിൽ ഒറ്റക്ക, നിങ്ങളെല്ലാം പോയിട്ട് ഒന്ന് ഹാപ്പി ആക്കുക, കമ്പനി ആയിട്ട് കളിച്ചോന്ന്. കണ്ട അവിടുത്തെ ഒരു പെരുമാറ്റ രീതിയുണ്ട്. നിങ്ങള് ഒരു സ്ഥലത്ത് കളി നടക്കുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവിക്ക് ആ കളി നടക്കണമെന്ന് മോഹമുണ്ട് എന്ന് തങ്ങൾക്ക് മനസ്സിലായി. തങ്ങളിങ്ങനെ കൈ വെച്ചു കൊടുത്ത് ആയിഷ ബീവിയെ തങ്ങളുടെ കയ്യിൽ തടി ഇങ്ങനെ വെച്ചിട്ട് കളി കാണാൻ തുടങ്ങി. തങ്ങൾക്ക് കൈ കടച്ചിലെടുക്കേണ്ട ഘട്ടെത്തുമല്ലോ. അപ്പൊ തങ്ങൾ വെച്ച് അമാശബീത്തി മതിയാ, കണ്ടിട്ട് മതിയാ, പോരനെ ഇനിയും കാണും. എന്നാ കണ്ടോ കണ്ടോ കണ്ടോ. നമ്മളെങ്ങാനും എന്തെങ്കിലും ഭാര്യനെ മക്കളെ പാർക്കിലാറ്റം കൂട്ടിയിട്ട് പോയാൽ 5 മിനിറ്റ് കൊണ്ട് വന്നോളണം. എന്തിനാ കൂട്ടിയിട്ട് പോയിന്? നല്ല യാത്രകളിലൊക്കെ ഭാര്യനെ കൂടെ കൂട്ടൽ സുന്നത്തും കൂടിയാ. ഹജ്ജ് ഉംറ ചില ആള് കൂട്ടൂല. എന്തേ? ഭാര്യനെ കൂട്ടിയ ഖുശൂ കിട്ടൂല ഉസ്താദേ. എന്തോ ഖുശൂ ആണോളി, എന്തോ ഖുശൂ അവര് പറയണത്. അത്രയും സ്നേഹം തീർത്ത ലോകാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താ? ഒരു പുരുഷന് നല്ല ആളാണ് എന്ന് പറയണമെങ്കിൽ, ഒരു ഭർത്താവ് നല്ല ആളാണ് എന്ന് പറയണമെങ്കിൽ ഇസ്ലാമിൽ എപ്പോഴാണ് അയാൾ നല്ല ആളാവുക? ഭാര്യ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അപ്പോഴയാൾ നല്ല ആളാവുക. ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമർ ആരാണ്? ഖൈറുക്കും ലി അഹ്ലി, കുടുംബത്തോട്, ഭാര്യയോട്, സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറിയ ആളാണ് ഏറ്റവും നല്ല ആളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞ ഉടനെ തങ്ങൾ പറയുന്നുണ്ട്, വഅന ഖിയാറുക്കും ലി അഹ്ലി, ഞാൻ കുടുംബത്തിൽ ഏറ്റവും നല്ല ആളായിട്ട് ജീവിച്ച ആളാ. നിങ്ങൾ വേണമെങ്കിൽ ഭാര്യനോട് ചോദിച്ചു നോക്ക്. ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷുമ്മാനോട് ചോദിച്ചപ്പോൾ ആയിഷുമ്മ പറഞ്ഞല്ലോ, അടുക്കള പണിയിൽ സഹായിക്കും, പാത്രം ശരിയാക്കും, ചെരുപ്പ് ശരിയാക്കും. നിസ്കാരത്തിന് സമയമായി പിന്നെ ആളെ കാണൂല. ഇനി ഒരു ഭർത്താവ് നല്ല ആള് എന്ന് അങ്ങനെയാണ് പറയല്. ഇനി ഒരു ഭാര്യ എപ്പോഴാണ് നല്ല ആളാവുക? അയ്യുമംറാത്തിൻ മാതത് വസൗജുഹാ റാദിൻ അൻഹാ, ഭർത്താവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു മരിച്ച പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ഭാര്യക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഭർത്താവിന്റെ അടുത്തുനിന്നും ഭർത്താവിന് തിരിച്ചു കിട്ടുമ്പോഴാണ് അവർ നല്ല പേരാവുന്നത്. അല്ലാതെ ഭർത്താവിനോട് മാത്രം ഭാര്യക്ക് കടപ്പാട് അങ്ങനെയൊന്നുമല്ല. പെണ്ണ് കാണൽ സുന്നത്ത് എന്ന് പറയുന്നേ ഉള്ളൂ. ആണിന് അങ്ങോട്ടും പെണ്ണിന് കാണിച്ചു കൊടുക്കണം, അതും സുന്നത്ത് തന്നെയാണ്. അല്ലാണ്ട് ഞാനൊരു പെണ്ണ് കണ്ടിന്, നീ കെട്ടിയിരിക്കണം എന്ന് ആരെങ്കിലും പറയല്ലോ? ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല. അതേപോലെ തിരിച്ചു അങ്ങനെ തന്നെ ഉപ്പിയും കാരണന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. എന്ത്? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ചെക്കനെ കണ്ടിട്ടുണ്ട്, കെട്ടിയിരിക്കണം, അങ്ങനെ പറയരുത്. ആ പെണ്ണിനെ അത് കാണിച്ചു കൊടുക്കണം. ഓൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, എന്തിനാ വെറുതെ നിർബന്ധിക്കണത്? അങ്ങനെ ഭാര്യമാരെ സന്തോഷിപ്പിച്ചു. വീട്ടിലേക്ക് രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതെങ്കിൽ എങ്ങനെയാ സലാം പറയാന്നറിയോ? എങ്ങനെയാ തങ്ങൾ സലാം പറയാ? വീട്ടിലേക്ക് രാത്രി പ്രവേശിക്കുമ്പോൾ തങ്ങൾ ഉറങ്ങുന്നവർ കേൾക്കാത്ത രീതിയിൽ, ഉണർന്നവർ കേൾക്കുന്ന രീതിയിൽ സലാം പറയും. അസ്സലാമു അലൈക്കും, അങ്ങനെ പറയാം. അതാണ് തങ്ങളുടെ ഒരു ഇടപെടൽ. ഉറക്കമുള്ളവരുടെ ഉറക്ക് ശല്യമാവും ചെയ്യില്ല, ഉണർന്നിരിക്കുന്നവർക്ക് സലാം കേട്ടിട്ട് ദുആ കൊടുക്കുകയും ചെയ്യും. തങ്ങളെ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം എന്താന്ന് വെച്ചാൽ, തങ്ങൾ അർഫഖന്നാസാണ്. അർഫഖന്നാസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റിന്റെ ആളാണ് തങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും സോഫ്റ്റിന്റെ ആളാവണം. അപ്പൊ ബൈക്ക് എടുത്തിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ
ഹൃദയത്തിൽ കയ്യിലുള്ള കൗണ്ടറിലെ സ്വലാത്ത് എത്തുന്നുണ്ടെങ്കിൽ അയാൾ ഹോൺ അടിച്ചിട്ട് നാട്ടുകാരെ പ്രയാസപ്പെടുത്തൂല. കാരണം എന്തേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്, വഴിയോടുള്ള കടപ്പാട് നീ കൃത്യമായി നിർവഹിക്കണം. അപ്പൊ വേറൊരാൾക്ക് വണ്ടി എടുക്കാൻ കഴിയാത്ത വിധം ഒരു മുഹിബ്ബായ മനുഷ്യൻ, മുത്തുനബിയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ വണ്ടി പാർക്ക് ചെയ്യൂല, ഹോൺ അടിച്ച് നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കൂല. ബൈക്കിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ പറിച്ചെടുത്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തൂല. കാരണം അയാൾക്ക് മദീനയിൽ നിന്നൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, മോനെ പ്രയാസപ്പെടുത്തരുത്, വഴിയോടുള്ള കടപ്പാട് നീ നിർവഹിക്കണം. കേട്ടോ? അപ്പൊ അയാൾ പതിയെ മാത്രമേ പോവുള്ളൂ. ട്രാഫിക്കിന്റെ നിയമം തെറ്റിക്കരുത് എന്ന് പ്രത്യേക പ്രോട്ടോകോളൊന്നും അയാൾക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല. അയാൾ പതിയെ അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ. മഹബത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ? നല്ല മനുഷ്യനാവുക, അതല്ലേ മഹബത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ സോഫ്റ്റ് ആവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സോഫ്റ്റ് ആണ്. നബി തങ്ങൾ നടക്കുന്നത് ആർക്കെങ്കിലും അസ്വസ്ഥപ്പെടുത്താറുണ്ടോ? ഇല്ല. മജ്ലിസ് അവസാനിക്കുന്നിടത്ത് ഇരിക്കും എന്ന് പറഞ്ഞാൽ ആരെയും പ്രയാസപ്പെടുത്തൂല. ആരെങ്കിലും ചുമല് കവച്ചു വെച്ചിട്ട് തങ്ങൾ കടന്നു വെച്ച് നടക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സോഫ്റ്റ്നെസ് എവിടെയൊക്കെ വേണം? ഒന്ന് വാതിൽ മുട്ടുമ്പോൾ വേണം, മെല്ലെ മുട്ടാൻ പറ്റൂ. സ്വഹാബത്ത് എങ്ങനെയാ വാതിൽ മുട്ടാറ്? നഖം കൊണ്ടാ മുട്ടാറ്, മെല്ലെ. ശരിക്കും നമ്മൾ ഉമ്മയുടെ, ഭാര്യയുടെ, ഉപ്പയുടെ, സുഹൃത്തിന്റെ, കൂട്ടുകാരന്റെ, സ്റ്റാഫിന്റെ, ക്ലാസ്മേറ്റിന്റെ വാതിൽ മുട്ടാണെങ്കിൽ എങ്ങനെ മുട്ടേണ്ടത്? സോഫ്റ്റിലെ മുട്ടേണ്ടത്. മുസ്ലിം ആണെങ്കിൽ അങ്ങനെ മുട്ടേണ്ടത്. കാരണം ഇസ്ലാം അങ്ങനെയാ പഠിപ്പിച്ചത്. ഒരു മുട്ടൽ കഴിഞ്ഞാൽ അടുത്ത മുട്ടുന്നതിന് മുമ്പ് എത്ര ഗ്യാപ്പ് ഇടണം? ചുരുങ്ങിയത് 4 റക്അത്തിന്റെ ഗ്യാപ്പ് ഇടണം. കാരണം ഒന്നാമത് മുട്ടുന്ന സമയത്ത് അയാൾ നിസ്കാരത്തിന് ജസ്റ്റ് കൈ കെട്ടിയതാണെങ്കിൽ നിസ്കാരത്തിന്റെ സാധാരണ രീതിയിലുള്ള റക്അത്ത് 4 അത് അവസാനിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അയാൾ ഒരു പക്ഷേ നിസ്കാരത്തിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ മുട്ടൽ മുട്ടി, എന്നിട്ട് അടുത്ത മുട്ടൽ, മൂന്നാമത്തെ മുട്ടലും കൂടി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? കോളിംഗ് ബെല്ലടിച്ചു, എടുക്കണില്ല, തുറക്കണില്ല. വാതിൽ മുട്ടി, തുറക്കണില്ല, എന്താ ചെയ്യേണ്ടത്? തിരിച്ചു പോകണം. 3 മുട്ടൽ കഴിഞ്ഞിട്ട് ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ തിരിച്ചു പോകണം. അതേത് വീടായാലും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്, ഷോപ്പായാലും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. വേഗം തിരിച്ചു പോകണം, ആ ഭാഗത്ത് നിൽക്കാൻ പാടില്ല. അപ്പൊ കാറിന്റെ ഡോർ എങ്ങനെയാ മുസ്ലിം അടക്കല്? മെല്ലെ അടക്കുള്ളൂ. വലിച്ചടക്കോ? ഇല്ല. കാരണം എന്തുകൊണ്ട്? സോഫ്റ്റ് ആവണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ കാരണം. അപ്പൊ ഇമാമുക്കുമ്പോ മുസ്ലിം എങ്ങനെയാ ഇമാമുക്കേണ്ടത്? ബേക്കിൽ കുറെ ആളുണ്ടാവും, മൗമൂമിങ്ങളിൽ ഉണ്ടാവും. ആര്? അൽ മരീം, ആൻസർ മിംസിലോ ബേബിയിലോ പോകേണ്ട ആളുണ്ടാവും. ഏനപ്പുഴയിൽ പോകാൻ കാത്തിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് കിട്ടിയ ആളുണ്ടാവും. അപ്പൊ ചെറിയ സൂറത്ത് ഓതണം. വൽ മുസാഫിർ, ചെന്നൈ മെയിലിനോ തിരുവനന്തപുരം എക്സ്പ്രസിനോ ടിക്കറ്റ് എടുത്ത് പോകാനിരിക്കുന്നവരുണ്ടാവും. ഒരു വേഗം നിസ്കരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അൽ ഹാജ, പല ആവശ്യങ്ങൾക്കും ടൗണിൽ വന്നവരായിരിക്കും. അപ്പൊ ചെറിയ സൂറത്ത് ഓതിട്ട് വേഗം തലാൻ കിട്ടണം. അതാണ് സോഫ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു വീട്ടിന്റെ വാതിൽ മുട്ടുമ്പോ, കാറിന്റെ ഡോർ അടക്കുമ്പോ, സംസാരിക്കുമ്പോ എല്ലാത്തിലും സോഫ്റ്റ്നെസ് കൊണ്ടുവരണം. നമ്മളിൽ ഓരോരുത്തരിലും നബി ആശയങ്ങൾ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയീൻ, ലാസ്റ്റത്തെ നബിയാണ് എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? നബി തങ്ങളുടെ ആശയം ഇപ്പൊ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ നമ്മളിലൊക്കെ അത് കാണണം. റബീഉൽ അവ്വൽ കഴിയുമ്പോൾ, തിരുവസന്തത്തിന്റെ 1500 അല്ല 1500 പൂർത്തിയാവുമ്പോ നമുക്ക് അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവണം. സോഫ്റ്റ് ആവണം സംസാരിക്കുന്നൊക്കെ. ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ, അല്ലാഹുവിന് സോഫ്റ്റ്നെസ് വലിയ ഇഷ്ടമാണ്. അപ്പൊ കറവ പശുവിന്റെ അടുത്ത് പാല് കറക്കാൻ വേണ്ടി പോകുമ്പോൾ നഖം നേരത്തെ തന്നെ വെട്ടണം. അറവ് മൃഗത്തിന്റെ അടുത്ത് കത്തി എടുത്തിട്ട് പോകുമ്പോൾ കത്തി നേരത്തെ മൂർച്ച കൂട്ടണം. കേട്ടോ? സോഫ്റ്റ് ആവും.
അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കാതെ ഒരു റൂമിലും കയറരുത്. ഇത് പറഞ്ഞപ്പോ ഒരു സ്വഹാബി ചോദിച്ച്, ഉമ്മാനോടും പെർമിഷൻ ചോദിക്കണോ? വേണം. കാരണം ഒരുപക്ഷെ നീ കാണാൻ ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് ഉമ്മ ഉള്ളതെങ്കിലോ, ഉമ്മ ഡ്രസ്സ് മാറ്റുകയോ മറ്റോ ചെയ്യുകയാണെങ്കിലോ വേണം. ഉമ്മ അങ്ങനെ ഉണ്ട്. ഭാര്യനോടും അങ്ങനെ തന്നെ, ആരോടായാലും അങ്ങനെ തന്നെ. ചില നാട്ടുകാരെ കാണാം, ചിലപ്പോഴൊക്കെ പരിപാടിക്കോ പ്രോഗ്രാമിനോ എവിടെയെങ്കിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ പോയാൽ ഒരു 10-15 ആളൊക്കെ ഇങ്ങനെ ആ വീട്ടിലേക്ക് വരുന്നതാണ്. ക്ഷണിച്ചിട്ട് പോരുന്ന ഞങ്ങൾ നല്ല തന്നെ ഭക്ഷണം കഴിക്കാം. പക്ഷെ അവര് കിച്ചന്റെ ഭാഗത്തേക്ക് കയറിപ്പോവും. ഇതൊക്കെ ആരാ നിങ്ങളുടെ? നമ്മളെല്ലാരും ഒരു ടീം ഹൗസ്. പാച്ച ഹറാമും ചെയ്തിട്ട് ന്യായീകരിക്കുന്നുണ്ടോ? അന്യ സ്ത്രീകളല്ലേ കിച്ചനിലുണ്ടാവുക. അവരെങ്ങനെ നമ്മൾ കാണുക? അവരെങ്ങനെ നമുക്ക് കാണാൻ അനുവദനീയാവുക? പിന്നെ എന്തിനാ ഈ ഉസ്താദ്മാർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണത്? നമ്മുടെ ലൈഫ് ആഹാരത്തിൽ രക്ഷപ്പെടാനല്ലേ. അപ്പൊ നമ്മളൊരു വീട്ടിലെത്തുമ്പോൾ പ്രവേശനാനുമതിക്ക് വേണ്ടി സമ്മതം ചോദിക്കണം, പെർമിഷൻ ചോദിക്കണം. ഇനി ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതും ശ്രദ്ധിക്കണം. എങ്ങനെയാ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു സോഫ്റ്റ്നെസ് എന്താ? യസ്തഗിലു ബിനഫ്സിഹി. നമ്മൾ തിന്നുമ്പോൾ നമ്മളെ പ്ലേറ്റിലേക്ക് മാത്രമേ നമ്മൾ നോക്കാൻ പറ്റൂ. അയാൾ എത്ര തിന്നുന്നുണ്ട്, ഇയാൾ എത്ര തിന്നുന്നുണ്ട്, അങ്ങനെയൊന്നും നോക്കരുത്. പൊതുവിൽ വയല് പറയാൻ വന്ന, പരിപാടിക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ ക്ഷണിച്ചിട്ട് അയാൾ വന്നാൽ അയാളുടെ ചുറ്റും ഒരു 10-16 ആൾ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് എത്ര കഴിച്ചു എന്ന് നമ്മുടെ നാട്ടുകാർക്ക് കറക്റ്റ് ഡാറ്റ ഉണ്ടാവും. 2 ദോശയും ഒരു പത്തലും പുട്ടിന്റെ ചെറിയ കഷ്ണവും പിന്നെ ചെറിയൊരു പപ്പടവുമാണ് ഉസ്താദ് കഴിച്ചത്. ഇനി വേഗം അപ്ലോഡ് ചെയ്യാൻ പറ്റും സൈറ്റിൽ. വളരെ മോശം സ്വഭാവം. ആരും തിന്നുന്നൊന്നും നമ്മൾ നോക്കരുത് എന്ന് മാത്രമല്ല, നിങ്ങൾ പഠിക്കണോ എന്ന് മാത്രമല്ല, അങ്ങനത്തെ സ്വഭാവമുള്ള കുട്ടികളുടെ ദുസ്വഭാവത്തെ ഇല്ലാതാക്കണം എന്നാ ഗസാലി ഇമാം റഹിമഹുല്ലാഹി പറഞ്ഞത്. ചില കുട്ടികളുണ്ടാവും, ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് അതിഥികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ കോണിപ്പടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും. കുറേ തിന്നുന്നുണ്ടല്ലോ, എത്രയാ തിന്നുന്നൊക്കെ അവർ വിചാരിക്കണ്ടാവും. അപ്പൊ അവരെ വിളിക്കുക, മോന് ഭക്ഷണം കഴിച്ചാ, മോന് പോടുന്നു. അപ്പുറം ഉമ്മൻ്റെ അടുത്ത് പോട്. അങ്ങനെ പഠിപ്പിക്കേണ്ടത് എന്ന് മഹാന്മാർ പറയുന്നു. ഇസ്ലാമിൽ എന്താ പറയാത്തുള്ളത്? നമ്മൾ പഠിക്കണ്ടേ? ഇനിയിപ്പോ ഒരാൾ റെസ്റ്റിന് റൂമിലേക്ക് കയറി എന്ന് വിചാരിച്ചോ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാ പൊതുവിലുള്ള സ്വഭാവം? ഒരു ഉസ്താദിയുടെ വയല് പറയാൻ വേണ്ടി വന്ന് കുറച്ച് ദൂരത്തുനിന്ന് വരികയാണ്, കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്, വയല് 8:30-ക്കാണ്, ഉസ്താദ് നേരത്തെ എത്തിയിട്ടുണ്ട്, കുറച്ചൊന്ന് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ കയറിയാൽ നമ്മുടെ നാട്ടുകാർ എന്താ ചെയ്യല്? ഓരോരാൾ വാതിൽ മുട്ടും. ഉസ്താദേ വിശ്രമത്തിലാണോ? അതിന്റെ അർത്ഥം വിശ്രമിക്കാൻ വിടൂലെന്നോ? വളരെ മോശം സ്വഭാവമാണ്. നമ്മൾ നല്ല മനുഷ്യന്മാരാണ്. ആരും ശല്യപ്പെടുത്തരുത്, ആരും പ്രയാസപ്പെടുത്തരുത്. ഇനി അവർക്ക് മിണ്ടാൻ ഇഷ്ടമുള്ള സമയമല്ലോ, വേറെന്തോ കിതാബ് നോക്കുകയാണ് അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയാണ്, എന്നാൽ പിന്നെ നമ്മളിങ്ങനെ മിണ്ടരുത്. അവർക്ക് സൗകര്യമുള്ള സമയത്ത് മിണ്ടട്ടെ. നമ്മളത് മനസ്സിലാക്കിയ വേഗം പോകണം. നമ്മളൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയാൽ അവിടുത്തെ മക്കൾക്കോ അവിടുത്തെ പൂച്ചക്കോ ഫുഡ് കൊടുക്കൽ നമുക്ക് ഡ്യൂട്ടി ഇല്ല എന്ന് മാത്രമല്ല നമ്മൾ ചെയ്യരുത്. അത് ആ വീട്ടുകാരുടെ പണിയാണ്. അവിടുത്തെ പൂച്ചക്ക് തീറ്റ കൊടുക്കാൻ നിന്നാരെ ഏൽപ്പിച്ചേക്കണത്? അവിടുത്തെ കുട്ടികളെ വിളിച്ചിട്ട് മാംസം കൊടുക്കാൻ നമ്മളാരെ ഏൽപ്പിച്ചേക്കണത്? അത് ആ വീട്ടുകാർ ചെയ്തു. നിനക്ക് ഭക്ഷണം വിളമ്പി തന്നാൽ നിനക്ക് ഇഷ്ടമുള്ളത്ര കഴിക്കാം, മാത്രമല്ല. അത് പോക്കറ്റിലിട്ടിട്ട് എൻഗേജ്മെന്റിന്റെ മിഠായി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടുന്ന് തിന്നാൻ തന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തിന്നാം. അതാണ് നമുക്ക് കിട്ടിയ പെർമിഷൻ. ഒരു പെർമിഷൻ ഒരു സാധനത്തിന് കിട്ടിയാൽ അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോയപ്പോൾ വീട്ടുകാരൻ നമ്മളോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നു, ഈ സോഫമിൽ ഇരുന്നോ, അവിടെ തന്നെ ഇരിക്കണം, വേറെ ഒരു സ്ഥലത്തും ഇരിക്കരുത്. വേണ്ട, ഞാൻ അപ്പുറം ഇരിക്കരുത്. വീട്ടുകാരൻ എവിടെ ഇരിക്കാനാണോ പറഞ്ഞത് അവിടെ ഇരിക്കണം. അങ്ങനെ ഇരുന്നാൽ പിന്നെ നമ്മൾ പാലിക്കേണ്ട അടുത്തൊരു മര്യാദ എന്താ അറിയോ? ഇരിക്കാനും പ്രവേശിക്കാനും പെർമിഷൻ കിട്ടി, അത് മാത്രം യൂസ് ചെയ്യണം. അവിടുത്തെ പത്രക്കെട്ട് വലിക്കരുത്, പുസ്തകങ്ങൾ വലിച്ചെടുക്കരുത്, ഷെൽഫ് തുറക്കരുത്, അലമാര തുറക്കരുത്, ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കരുത്, ഒന്നും ചെയ്യരുത്. അതൊക്കെ ആ വീട്ടുകാരുടെ പെർമിഷൻ കിട്ടണം. ചിലയാളുടെ ഒരു വീട്ടിലെത്തിയാൽ അത് തുറക്കും, ഇത് ബാത്റൂമാണ് അല്ലേ, ഇത് അലമാറയാണല്ലേ, അതൊന്നും ചെയ്യരുത്. പൊട്ടത്തരാണ് അതൊക്കെ. അതൊന്നും ചെയ്യരുത്. നല്ല മനുഷ്യനാണ്, നേരെ കിച്ചണിൽ പോവാ, അത് ചെയ്യരുത്. ഇനി നമ്മൾ തന്നെ നമ്മളെ വീട്ടിൽ നമ്മളെപ്പോഴും ലജ്ജയുള്ള ആളാവണം.
ലുങ്കി കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം ഇങ്ങനെ ശരീരം കാണിക്കാൻ മുറ്റത്തിറങ്ങുക, ആ പരിപാടിയൊന്നും ചെയ്യരുത്. അഷദ്ദുന്നാസി ഹയാ, നല്ല ലജ്ജയുള്ള ആളാണ്. അങ്ങനെ ഖാൻ അർഫഖന്നാസ്, വളരെ സോഫ്റ്റായി ജീവിതത്തിന്റെ വാക്കും നടപ്പും മുന്നോട്ട് കൊണ്ടുപോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഭാര്യനെ അറിയിക്കൽ സുന്നത്താ. ഇതാ മാംഗ്ലൂർ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട്, ഐ എം കമ്മിങ് ടു ദർ, വിൽ ബി റീച്ച്ഡ് ദർ വിതിൻ 10 minutes, ഇതാ എത്തിമോളെ എന്ന് പറയണം. നേരത്തെ അറിയിക്കണം. സർപ്രൈസ്, അത് തെറ്റാണ് ഇസ്ലാമിൽ, അത് ശരിയല്ല. ഞെട്ടലുണ്ടാവും അവർക്ക്. സന്തോഷം കൊണ്ട് ഞെട്ടിയാലും ചിലപ്പോൾ അപകടം ഉണ്ടാവും. അറ്റാക്ക് നിറ പല രൂപത്തിലുണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അറിയിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ പുറത്തെത്തിയാൽ ചെരുപ്പ് കൊണ്ട് ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഭാര്യക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഹാസ് കം, അതാ വന്നിട്ടുണ്ട്, കമ്മിങ്, വരുന്നുണ്ട്. അങ്ങനെയുണ്ട്. നമ്മളെ വീട്ടില് നമുക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ, കാണാൻ പാടില്ല. അവര് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള മോതിരം കൊണ്ടോ മറ്റോ ഇതാ ഞാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ട് ശബ്ദം ഉണ്ടാക്കുക. അങ്ങനെ നല്ല വീടാക്കുക. മുത്തുനബിയുടെ വീടിന്റെ ചിത്രം പഠിച്ച് നമുക്ക് അങ്ങനെ ആവണം. അനസ് റളിയല്ലാഹു കുറച്ച് വലുതായപ്പോ, കുഞ്ഞുമോനെ അനസ് റളിയല്ലാഹു കുറച്ച് വലുതായപ്പോ, ഖാദിമാണ്, അതൊക്കെ ശരി, ഇനി ഇതിലൂടെ പ്രവേശിക്കരുത്, കാരണം ഭാര്യമാരുണ്ട്, കണ്ട പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട. അങ്ങനെ നമ്മളെ വീടിനെ അടിപൊളി വീടാക്കി മാറ്റണം. ഞാൻ ലാസ്റ്റത്തെ ഒരാശയം പറയാം. അഞ്ചാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിലെ 5ാമത്തെ ചിത്രം എന്താണ്? കുട്ടികളോട് വലിയ സ്നേഹം കാണിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മടിയിലിരുത്തിയും ചുമലിൽ കയറ്റിയും ഷോൾഡറിൽ ഇരുത്തിയും കളിപ്പിച്ചും മധുരം കൊടുത്തും ഒന്നിച്ച് ഭക്ഷണം കഴിപ്പിച്ചും സ്നേഹം നൽകിയും അങ്ങനെ കുട്ടികളുടെ കൂടെ ജീവിച്ച ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കാലം മുമ്പ് കുട്ടികളെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന ശീലമൊന്നും ആ നാട്ടുകാർക്ക് ഇല്ലായിരുന്നു. ജാഹിലിയ കാലത്ത് ആ കൾച്ചറില്ല. ഇപ്പോഴും ജാഹിലിയ കാലത്ത് ജീവിക്കേണ്ട ചില ആള് ഇപ്പോഴത്തെ കാലത്തും ജീവിക്കുന്നുണ്ട്. പിള്ളേർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുത്തൂല. എനിക്ക് വേണ്ട, കന്തൂറൊക്കെ കറിയാകും, കുറച്ച് ദൂരെ ഇരുത്തു എന്നൊക്കെ പറയുന്നത്. കുട്ടികളെ കൂടെ ഇരുത്തൂല അവര്. ശരിക്കും കുട്ടികളെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണത്തിന്റെ മര്യാദ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാ. ഒറ്റക്ക് ഫസ്റ്റ് തന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ കുട്ടികൾ തുടങ്ങിയാല്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാല് അവർ ഈ ഭക്ഷണത്തിന്റെ മാനേഴ്സ് പഠിക്കാതെ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ കൂടെ ഇരുത്തിയിട്ട് സമ്മില്ല, ബിസ്മില്ല മോനെ, കുൽ ബിയമീനിക്ക്, വലത് കൈ കൊണ്ടല്ലേ തിന്നേണ്ടത്. ഒരു കുട്ടി തങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കൈ ഇങ്ങനെ നീട്ടുമ്പോൾ തങ്ങൾ ഇങ്ങനെ പിടിച്ച്, എന്നിട്ട് പറഞ്ഞ് കുൽ മിമ്മ എലീക്ക്, അടുത്തുനിന്ന് തിന്ന്, അങ്ങനെയല്ലേ തിന്നേണ്ടത്. അങ്ങനെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വീടായിരുന്നു മുത്തുനബിയുടെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റു വന്നാല് വളരെ സോഫ്റ്റ് ആയിട്ട് തിരുത്തി കൊടുക്കും. ഒരു സഹാബി മദീനയിലെ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ട് എന്ന് ന്യൂസ് വന്നു. ഒരു ചെറിയ മോന് മദീനയിലെ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ട് എന്ന്. ആ കുട്ടിയെ അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ കുട്ടീനോട് ചോദിച്ച്, മോൻ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ടോ? ആ ഉണ്ട്. കുട്ടികളല്ലേ, ശരിക്കും പറയുമല്ലോ, എന്തിനാ കല്ലെറിയുന്നത്, അങ്ങനെ തന്നെ ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറയും നോക്കണം, ഈത്തപ്പഴം കിട്ടാന്. ആ കുട്ടി അങ്ങനെ തന്നെ പറഞ്ഞു ഓപ്പണായിട്ട്, ഈത്തപ്പഴം കിട്ടാന്. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ലാ തർമിന്നഹൽ, കല്ലെറിയരുത് കേട്ടോ, കല്ലെറിയരുത്. വീണ ഈത്തപ്പഴമൊക്കെ എടുത്തോട്ടല്ലേ, വീണ ഈത്തപ്പഴമൊക്കെ താഴെ വീണ ഈത്തപ്പഴമൊക്കെ എടുത്തോളി, കല്ലെറിയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിനെ അടുത്ത് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലന്റെ മേലെ തടവി ദുആ ചെയ്തു കൊടുത്തു. ഈ സംഭവം ഇങ്ങനെ ലോകത്ത് നടന്നിട്ടുണ്ട് എന്ന് ആരാ പറയുന്നറിയാം? ഈ കുട്ടി എന്നെ വലുതായിട്ട് സ്വഹാബിയൊക്കെ ആയിട്ട് പറയാ, എന്റെ ചെറുപ്പത്തിൽ അഥവാ മദ്രസ പഠിക്കുന്ന കാലത്ത് എന്നൊക്കെ പോലെയാ പറയണത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്, തങ്ങൾ എനിക്ക് ഇങ്ങനെയാണ് തിരുത്തി തന്നത്. കണ്ടോ, സൈനബ് എന്ന മകളുടെ മകൾ ഉമാമ എന്ന കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ അടുത്തിരിക്കുന്നുണ്ട്. തങ്ങള് ചുമലിരുത്തി സുജൂദിലേക്ക് പോകുമ്പോൾ മെല്ലെ താഴ്ത്തിയിരുത്ത്, മെല്ലെ താഴ്ത്തും, കണ്ട, പിന്നെയും കയറിയിരിക്കാൻ അനുവദിക്കും. അങ്ങനെ
എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറയും, ഞാൻ നിസ്കാരത്തിൽ വലിയ സൂറത്തൊക്കെ ഓതണം എന്ന് വിചാരിച്ചിട്ട് കൈ കെട്ടിയതായിരിക്കും. സ്വഹാബത്തിന്റെ സമ്മതത്തോടെയാണ് ഈ വലിയ സൂറത്ത് ഓതുന്നത്. ഒരു നിശ്ചയിക്കപ്പെട്ട സ്വഹാബത്ത് മഅ്മൂമീങ്ങളായിട്ടുണ്ട്. വേറെ ആരും വരൂലെങ്കിൽ ആ പള്ളിയിൽ വേണമെങ്കിൽ മഅ്മൂമീങ്ങൾ സമ്മതിച്ചാൽ വലിയ സൂറത്ത് ഓതാം എന്നാണല്ലോ മസല. അങ്ങനെ വലിയ സൂറത്ത് ഓതാം എന്ന് കരുതിയിട്ട് കൈ കെട്ടുന്നതായിരിക്കും. പക്ഷേ ഞാൻ വളരെ ചെറിയ സൂറത്ത് ഓതിയിട്ട് സലാം വീട്ടുന്നതിന്റെ കാരണം, വേക്കില് കുട്ടീനെ കൂട്ടിയിട്ട് വന്ന ആളുണ്ടാവും. ആ കുട്ടീന്റെ കരച്ചിൽ കേട്ടാൽ ഞാൻ വേഗം ചെറുതാക്കും. കണ്ടാ കണ്ടാ അങ്ങനെ കുട്ടികളോട് സ്നേഹം കാണിച്ച ആളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട് സ്നേഹത്തിന്റെ ലോകാണ്. നമ്മുടെയൊക്കെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്നേഹത്തിന്റെ വീടാണ്. അബൂ ഹാസിം റഹിമഹുല്ല പറഞ്ഞല്ലോ, ഒരാൾ എപ്പോഴാണ് ഏറ്റവും മോശമായ ആളാവുന്നത്? അതിന്റെ ക്രൈറ്റീരിയ എന്താ? അതിന്റെ മാനദണ്ഡം എന്താ? ഒരാൾ ഏറ്റവും മോശമായ ആളാവുന്നത് എപ്പോഴാണ്? മഹാന്മാര് എഴുതി വെച്ചു, ഭാര്യയും മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുമ്പോ ആ ഉപ്പ അല്ലെങ്കിൽ ആ ഭർത്താവ് കയറി വരുന്നു. അയാൾ വരുന്ന കണ്ടിട്ട് അവരുടെ സന്തോഷവും വർത്തമാനമൊക്കെ സ്റ്റോപ്പായി. ഉപ്പ് വരുന്നുണ്ട് എന്ന വർത്താനാണെങ്കിൽ അയാളാണ് ഈ ലോകത്ത് ഏറ്റവും മോശമായ ആള്. പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളർ മുണ്ടൂല. അതൊരു പാമ്പ് കയറിയാലോ അങ്ങനെ തന്നെ. ഞാൻ സ്കൂളിന്റെ മുറ്റത്തൊന്ന് നടന്നാൽ പിള്ളറ മുട്ട് വറക്കുന്ന പറയല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയ പിള്ളർ ഓടി വരും, മടിയിലിരിക്കും, ചുമലിലിരിക്കും. തങ്ങൾ ചിലപ്പോ കുട്ടികൾക്ക് ഷോൾഡറിൽ ഇരുത്തിയിട്ട് വണ്ടിയായി കൈയും കാലും കുത്തിയിട്ട് ഇങ്ങനെ വണ്ടിയാക്കും അത്രേ. ഇത് സ്വഹാബി കണ്ടപ്പോൾ പറഞ്ഞു, നല്ല വണ്ടിയാണല്ലോ പിള്ളേർക്ക് കിട്ടിയത്. ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വണ്ടി മാത്രമൊന്നല്ല സൂപ്പർ, ഡ്രൈവറും നല്ല തന്നെയാണ് പിള്ളേർ. കണ്ടങ്ങളെ നബി തങ്ങളുടെ മടിയിൽ 6 കുട്ടികൾ മൂത്രമൊഴിച്ചിന്. 6 കുട്ടികളും സ്വന്തം മക്കളൊന്നല്ല, പേരക്കുട്ടികള്, മറ്റു സഹാബത്തിന്റെ മക്കള്. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ നെഞ്ചിന്റെ മേലെ ഇരുത്തിയിട്ട് മൂത്രമൊഴിച്ചപ്പോ ഫാത്തിമ ബീവി ഇവിടെ ഒരു ചെറിയ കൊട്ട് കൊടുത്തു, മൂത്രമൊഴിച്ചു എന്ന അർത്ഥത്തിൽ. അന്നേരം തങ്ങൾ പറഞ്ഞു, ഔജേത് ഇബ്നി, എന്റെ മോനെ വേദനിപ്പിക്കുക, അതൊക്കെ വെള്ളം കൊടുന്നാ തീരാവുന്ന ക്യാൻസലേ ഉള്ളൂ. മുത്തുനബിക്ക് കുട്ടികളെ വേദനിപ്പിക്കുന്നത് ഒരു നിലക്കും സഹിക്കൂല. ചില സ്ത്രീകൾ ഈ വിഷയത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ട്. പിള്ളേരെത്ര കരഞ്ഞാലും ഒരു തിരിഞ്ഞോക്കൂല. അപ്പൊ ഭർത്താക്കന്മാര് സ്നേഹം കൊണ്ട് പറയും, എല്ലാ ഫാത്തിമ, ഈ മോന് കരയിന് നീ കേൾക്കുന്നില്ലേ? ഞാൻ റൂമിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് എത്ര സമയം കരിയട്ട്, കുറച്ചെല്ലാം കരിയട്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. മുത്തുനബി നിസ്കാരത്തിലെ വലിയ സൂറത്ത് ചെറുതാക്കിയിട്ടുണ്ട് കുട്ടികളെ കരച്ചിൽ കേട്ടിട്ട്. വേഗം നിസ്കാരം അവസാനിപ്പിച്ചത് അക്കുട്ടിയുടെ രക്ഷിതാവ് ആരാണോ മോമൂമിങ്ങളിൽ ഉള്ളത് അവര് പോയിട്ട് സമാധാനിപ്പിക്കട്ടെ എന്ന്. അതാണ് തങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത്. കുട്ടികളെ നല്ലോണം സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അർഹമ ബിൽ അയാൽ, കുടുംബത്തോട് ഭയങ്കര കരുണയാണ് തങ്ങൾക്ക്. ഫാത്തിമ ബീവിനെ കണ്ട എണീറ്റിക്കുന്ന ഉപ്പയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി എപ്പോ വന്നാലും അടുത്തിരുത്തും. ഫാത്തിമ ബീവി വരുന്ന കണ്ടാൽ തന്നെ തങ്ങള് അവിടുത്തെ തലന്റെ മുകളിൽ, ഇവിടെ നെറ്റിയുടെ കുറച്ച് മുകളിൽ പോയിട്ട് ചുംബനം കൊടുക്കും തങ്ങള് ഫാത്തിമ ബീവിക്ക്. മോളെ കണ്ടിട്ട് സ്നേഹം കാണിക്കുന്ന നേതാവിനെ നമ്മൾ പഠിക്കണം. നമ്മളൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കല്? എവിടുന്ന വരുന്നത്? ഇന്ന് സ്കൂളില്ലേ വേബോ? ഇതല്ലേ നമ്മുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഒരു പച്ചയായ മനുഷ്യനാവണം. മദീനത്തെ ആ ചെറിയ വീട്ടിലെ വലിയ സ്നേഹം നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുവരണം. അതിന് ഈ റബീഉൽ അവ്വൽ ഉപയോഗിക്കണം. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നു, അല്യനന്നാസ്, തങ്ങൾ വളരെ സോഫ്റ്റാണ്. അർഹമ ബിൽ അയാൽ, കുടുംബത്തോട് വലിയ കരുണയാണ്. അഖ്നഅന്നാസ്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. അർഹമ ബിൽ അയാൽ, കുടുംബം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് തീർന്ന് വലിയ സ്നേഹമാണ് കുടുംബത്തോട്. കുടുംബത്തിൽ
ഇദാ ഖലാ ബിനിസാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാ, ഇദാ ഖലാ ബിനിസാഇഹി, ഭാര്യമാര് മാത്രമാണ് തങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ അല്യനന്നാസ്, വളരെ സോഫ്റ്റ് ആയിരിക്കും. അവര് തമ്മില് തമാശ പറയുന്നതൊക്കെ തങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കും. ആയിഷ ബീവി കഥ പറയുന്നതെല്ലാം തങ്ങൾ കേട്ടുകൊടുക്കും. ആയിഷ ബീവി പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശായിന് ശേഷം സമയം കണ്ടെത്താറുണ്ട്. ലോക തിരക്കുള്ള, ലോകത്തെ എല്ലാ നന്മയുടെയും വാഹകനായ, എല്ലാ സമയത്തും അല്ലാഹുവിലായി ജീവിച്ച മുത്തുനബി തങ്ങൾ ഭാര്യക്ക് സംസാരിക്കാനും കഥ പറയാനുമായിട്ട് ഇശായിന് ശേഷം സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പിന്നെ റസൂലുള്ളാഹിനെ തിരക്കായോണ്ട് അതിന് ടൈം കിട്ടിക്കൊള്ളുന്നില്ല. ശരിക്കും ഇശായിന് ശേഷമുള്ള സംസാരം കറാഹത്താണ്. കാരണം ഇശാ നിസ്കാരത്തോടെ എല്ലാ തെറ്റും പുറത്ത്, അഥവാ ഉറക്കത്തിലെങ്ങാനും മരിച്ചാൽ നല്ല ആൾക്ക് മരിക്കണം എന്നതാണ് അതിൻ്റെ ഒരു താല്പര്യം. ഇശായിന് ശേഷം സംസാരിക്കാൻ പാടില്ല. ഇശായിന് ശേഷമാണ് പുതിയ തലമുറ ഏറ്റവും കൂടുതൽ പുതിയ പുതിയ ഹറാമുകൾ ചെയ്തു കൂട്ടുന്നത്. സാധാരണ ദുന്യവിയായ സംസാരം തന്നെ കറാഹത്താണ്, പിന്നെ ഹറാമ് പിന്നെ പറയാനുണ്ടോ? ആ ഇശായിന് ശേഷമുള്ള സംസാരം കറാഹത്താണെന്ന് പറഞ്ഞ അതേ മതം തന്നെ ഒരു മസല പറയുന്നുണ്ട്. എന്ത്? ഇൽമു പറയൽ കറാഹത്തില്ല. ഈ മജ്ലിസ് കറാഹത്തില്ലല്ലോ. അതിഥികൾ വന്നാൽ സൽക്കരിക്കൽ കറാഹത്തില്ല. തിന്ന് കഴിക്കണേ, ഫുഡ് ഉണ്ട് കേട്ടോ, കറാഹത്തില്ല. അതേപോലെ കറാഹത്തില്ല എന്ത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമസരണമായ വർത്തമാനങ്ങൾ പറയൽ കറാഹത്തില്ല. എന്തുകൊണ്ട്? അത് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് വർത്തമാനങ്ങൾ പറയാന്ന് പറയുന്നത്. കറാഹത്തില്ല. കണ്ടോ? ഇത് അഖലാബിനിസാഇഹി, ഭാര്യമാര് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ അല്യനന്നാസ്, വളരെ സോഫ്റ്റാണ്. അവരുടെ തമാശകൾ കേൾക്കും, അവരുടെ കഥകൾ കേൾക്കും. ലഹാക്കൻ ബസ്സാമൻ ഐ കസീറത്ത തബസ്സും, പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കും, ഭാര്യമാരുടെ കൂടെ ഇരിക്കും, പുഞ്ചിരിക്കും എപ്പോഴും. ഇനി അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതും തങ്ങൾ കൂടെ നിന്നിട്ട് ഇങ്ങനെ തമാശകളാണെങ്കിൽ ചിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. സ്വഹാബത്ത് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളിൽ ഒരാളായി ജീവിക്കും എന്നുള്ളതാണ്. നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങളും കഥകളും പറയുമ്പോൾ തങ്ങളും പറയും കുറച്ച് ദുനിയാവിന്റെ വർത്താനങ്ങൾ. ആഖിറത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ തങ്ങളും പറയും ആഖിറത്തിന്റെ വർത്താനങ്ങൾ. നമ്മുടെ കൂടെ തന്നെ കൂടിത്തരും. കവാഹിരി മിൻഹും, നമ്മളിൽ ഒരാളായി തങ്ങൾ ജീവിക്കും. ഇനി വല്ല ഫുഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നെങ്കിൽ തങ്ങളും ആ ഫുഡിനെ കുറിച്ച് 2 കമന്റ് അടിക്കും. അങ്ങനെ വേർതിരിച്ച് നിൽക്കുക. ഞാൻ വേറെ തന്നെയാണ്, എനിക്ക് കുറച്ച് ചൊല്ലാനുണ്ട്, അങ്ങനെയൊന്നും തങ്ങൾ ചെയ്യൂല. എല്ലാവരുടെയും കൂടെ മിങ്കിളായി ജീവിക്കും. അങ്ങാടിയിൽ ഇറങ്ങും. കണ്ട എത്ര പച്ചയായിട്ടാണ് അവിടുന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. നോക്കിയേ, നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ വാതിലടക്കണേ, പാത്രം കമഴ്ത്തി വെക്കണേ, അടുപ്പിലെ തീയൊക്കെ മുഴുവനായിട്ടും കെട്ടുപോയിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യണേ, വല്ല എലിയും വന്നിട്ട് ആ തീയെങ്ങാനും എടുത്തിട്ട് നിങ്ങളുടെ വീട് തീപിടിച്ചാൽ എനിക്ക് സഹിക്കൂലേ, നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് വിരിപ്പ് പുതപ്പ് കൊടയണേ, വല്ല ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ പ്രയാസാണേ, എന്തെല്ലാമാണ് പറഞ്ഞിരുന്നത്. എന്താപ്പ പറഞ്ഞുതരാൻ ബാക്കിയുള്ളത്? അഹല്ല ഉമ്മത്തഹു ഫീ ഹിർദി മില്ലത്തി കല്ലൈസി ഹല്ലമഅൽ അശ്ബാലി ഫീ അജമി. സിംഹം വലിയ ഗൗരവമുള്ള ജീവിയാ, രാജാവാ കാട്ടിലാകുമ്പോ പിന്നെ ഗൗരവം കുറച്ചുകൂടി കൂടും. മൽ അശ്ബാൽ, കുഞ്ഞുങ്ങളോടൊപ്പം, സിംഹത്തിന്റെ കുട്ടികളോടൊപ്പം ആണെങ്കിൽ സിംഹത്തിന്റെ ഗൗരവം പറയാനില്ല. അതേപോലെയാ അഹല്ല ഉമ്മത്തഹു ഫീ ഹിർദി മില്ലത്തി, ഉമ്മത്തിന് അത്രമേൽ തങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. സിംഹം കാട്ടിൽ തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം എത്ര ധൈര്യമുണ്ടോ അതേപോലെയാ എന്റെ ഉമ്മത്തിനെ തൊടാൻ ഒരാളെ വിടൂല, മുമ്പിൽ നിന്ന് നേതാവാ. അങ്ങനെ സ്നേഹം കാണിച്ച ആളാ. ആ വീട്ടിലെ വർത്തമാനങ്ങളൊക്കെ ഇനിയും കേൾക്കണം. നല്ല സന്തോഷമുള്ള വർത്തമാനങ്ങളാണ്. നമ്മുടെ ഒക്കെ കുടുംബജീവിതം നല്ല ജീവിതമാക്കണം. നാട്ടുകാർക്ക് മൊത്തം സേവനം ചെയ്തിട്ട് വീട്ടിൽ നമ്മൾ നെഗറ്റീവ് ആവരുത്. വീട്ടിലായിരിക്കണം നമുക്ക് റാങ്ക് നമ്പർ 1 കിട്ടേണ്ടത്. നമ്മളെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ് നമ്മളെക്കുറിച്ച് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞാൽ നമ്മൾ കഴിച്ചലാവും. ആയിഷ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായപ്പോൾ, അഥവാ നബി തങ്ങളുടെ ആയിഷ ബീവിയുടെ കൂടെ ഉണ്ടായ ഒരു ദിവസം മറ്റൊരു ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പലഹാരം കൊടുത്തയച്ചു. അത് ആയിഷ ബീവിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ കാര്യമായിട്ട് സൽക്കരിക്കേണ്ട ദിവസം വേറൊരാൾ എന്തിനെ കൊണ്ടുവന്നത് എന്ന അർത്ഥത്തിൽ
കൊണ്ടുവരുന്ന ഖാദിമിന്റെ കയ്യിൽ നിന്ന് ആയിഷ ബീവി അത് തട്ടി, അത് വീണ് പൊട്ടി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന് ചെയ്തത്, ആ കൊണ്ടുവന്ന അടിമച്ചക്കനോട് പറഞ്ഞ്, ഗാറത്ത് ഉമ്മക്കും, ഉമ്മ കുറച്ച് ചൂടിലാണ്, നീ ഒന്നും മിണ്ടണ്ടാവും. അതാരായാലും ചൂടായി പോലെ. നമ്മളെ വീട്ടിൽ വലിയൊരു നേതാവ് വരുന്നുണ്ട് എന്ന് വിചാരിക്കും, വലിയൊരു നേതാവ്, എത്രയോ കാലം മുമ്പ് ഡേറ്റ് കിട്ടിയ സന്തോഷമാണ് നമുക്കുള്ളത്. അപ്പുറത്തെ അയൽവാസിയായ ആള് മന്തി, മട്ടൻ ബിരിയാണി, അലീസ, പായസം, നൂൽപുട്ട്, പത്തല് എല്ലാം നമ്മളുടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ നമ്മളും ചോദിക്കൂലേ, ഞാൻ പിന്നെ എന്തിനാ ഡേറ്റ് വാങ്ങീന്, എന്നാ പിന്നെ ഹോട്ടലിലായിട്ട് ഏൽപ്പിച്ചാൽ പോരെ, നമുക്കും തോന്നൂലേ? ആ അർത്ഥത്തിൽ ആയിഷ ബീവിയുടെ ഭാഗം ശരിയുമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തേന്ന് നോക്കിയേ. കൊണ്ടുവന്ന അടിമച്ചക്കനോട് പറഞ്ഞ്, ഗാറത്ത് ഉമ്മക്കും, ഉമ്മ കുറച്ച് ചൂടിലാണ്, മോനൊന്ന് സൈലന്റ് ആയിക്കോളും. പിന്നെ തങ്ങൾ നിലത്തിരുന്നിട്ട് ആ പാത്രമൊക്കെ പൊറുക്കിയെടുത്തത്ര, ആ പാത്രമൊക്കെ പൊറുക്കിയെടുത്തു. അങ്ങനെ സ്നേഹം കാണിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമച്ചക്കനോട് ഉമ്മ കുറച്ച് ചൂടില്ലാന്ന് പറയുന്നതിന്റെ അർത്ഥം, മോനെ വല്ലാണ്ട് ഒന്നും ഇടപെട്ടക്കരുത്, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പെട്ട ഉമ്മയാണ് കേട്ടോ, ആ ആദരവ് കൊടുക്കണം എന്നും അതിന്റെ അർത്ഥമുണ്ട്. അങ്ങനെ ഭാര്യ മക്കളോടൊക്കെ സ്നേഹം നമ്മളും കാണിക്കണം. നമ്മളെ വീട് ഈ പറഞ്ഞ 5 കൺസേണിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ, നമ്മൾ അള്ളാഹു കബൂൽ